ഹായ് എവരിവൺ, ഷെയറിംഗ് നോളേജിന്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുമി. എക്സൽ ആദ്യമായി പഠിക്കുന്നവർക്കും പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഒരുപോലെ യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് ഞാൻ ഈ ക്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ അറിവിനെ ഉറപ്പായിട്ടും ഇത് റിവൈസ് ചെയ്യാൻ സഹായിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. MS എക്സൽ ബേസിക് മുതൽ അഡ്വാൻസ്ഡ് വരെയുള്ള ഓപ്ഷൻസ് ഞാൻ ഇതിൽ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ഓഫീസിൽ നമുക്ക് ജോലി നോക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത്രയും പോർഷൻസ് കവർ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ടും ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലിക്ക് പോകാൻ കഴിയും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും പോർഷൻസ് ആണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യുന്നത്. എക്സലിന്റെ ഇൻട്രൊഡക്ഷനെ പറ്റി പറയുന്നുണ്ട്, ബേസിക് കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് ഫോണ്ട് ഓപ്ഷൻസ് എല്ലാം ബോൾഡ്, ഫിൽ കളർ, ഫോണ്ട് കളർ അങ്ങനെയെല്ലാം, റാപ്പ് ടെസ്റ്റ്, മെർജ് ആൻഡ് സെന്റർ ഓപ്ഷൻസ്, അതുപോലെ ഓൾട്ട് പ്ലസ് എന്റർ എന്ന ഷോർട്ട് കട്ട് കീയുടെ യൂസ്, പിന്നെ 1000 സെപ്പറേറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഡെസിമൽ പ്ലേസസ് എങ്ങനെ സെറ്റ് ചെയ്യാം, കറൻസി സിമ്പിൾ എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് കണ്ടീഷൻ ഫോർമാറ്റിംഗ് എങ്ങനെ ചെയ്യാം, ടേബിളിൽ എങ്ങനെ ഫോർമാറ്റ് ചെയ്യാം, റോയുടെ ഹൈറ്റും കോളത്തിന്റെ വിഡ്ത്തും നമുക്ക് ഈ എക്സലിൽ എങ്ങനെ കൂട്ടാം, ഒരു ഷീറ്റ് എങ്ങനെ റീനെയിം ചെയ്യാം, ഡേറ്റ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, കസ്റ്റം സോർട്ട് വഴി സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്, നമുക്ക് ഫിൽറ്റർ എങ്ങനെയാണ് ഡേറ്റയിൽ അപ്ലൈ ചെയ്യുക, ചാർട്ട് എങ്ങനെയാണ് കൊടുക്കുന്നത്, പേറോൾ എങ്ങനെയാണ് എക്സൽ പ്രിപ്പയർ ചെയ്യുന്നത്, ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കവർ ചെയ്യുന്നുണ്ട്. അപ്പോ എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ടും കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എക്സലിലെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് മനസ്സിലാക്കാം. അപ്പോൾ മൈക്രോസോഫ്റ്റ് എക്സൽ ഓപ്പൺ ചെയ്തിരിക്കുന്ന വിൻഡോയാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ എക്സലിലെ നമുക്ക് ഓരോ പേജിനെയും നമ്മൾ പറയുന്ന പേര് വർക്ക്ഷീറ്റ് എന്നാണ് പറയുന്നത്. വർക്ക്ഷീറ്റ് അല്ലെങ്കിൽ സ്പ്രെഡ്ഷീറ്റ് എന്നാണ് മൈക്രോസോഫ്റ്റ് എക്സലിലെ ഓരോ പേജിനെയും നമ്മൾ പറയുന്നത്. അതുപോലെ ഒരു വർക്ക്ഷീറ്റിനെ കണ്ടോ, നമ്മൾ ABCD 1 2 3 4 എന്ന് എഴുതിയിരിക്കുന്നത് നമ്മൾ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു പോർഷനാണ് ഒരു വർക്ക്ഷീറ്റ്, നമ്മൾ വർക്ക് ഏരിയ എന്ന് പറയുന്നത്. ഈ ഒരു ഷീറ്റിനെ റോയും കോളവുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. റോ എന്ന് പറഞ്ഞാൽ ആ 1 2 3 എന്ന് എഴുതിയിരിക്കുന്നതാണ് നമ്മൾ റോ എന്ന് പറയുന്നത്. ഇത് കണ്ടോ, 1, അതുപോലെ നെക്സ്റ്റ് വന്നിരിക്കുന്ന 2, ഇതാണ് റോ. അതുപോലെ കോളം ആണെങ്കിലോ ABCD അങ്ങനെ എഴുതിയിരിക്കുന്നതാണ് കോളം എന്ന് പറയുന്നത്. ഒരു വർക്ക്ഷീറ്റിനെ റോയും കോളവുമായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതില് ആദ്യത്തെ റോ എന്ന് പറയുന്നത് 1 ആണ്, കണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും കാണാം. ലാസ്റ്റ് റോ എന്ന് പറയുന്നത് 10,48,576 ആണ് ഒരു വർക്ക്ഷീറ്റിലെ ലാസ്റ്റ് റോ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളത് കാണുന്ന രീതി നമ്മുടെ കീബോർഡിലെ കൺട്രോളും ഡൗൺ ആരോയ്ക്കും ഒരുമിച്ച് പ്രസ് ചെയ്താൽ ലാസ്റ്റ് റോ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മുടെ കഴ്സർ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? ഫസ്റ്റ് റോയിലാണ് ഉള്ളത്. അവിടെ നിന്നും കീബോർഡിലെ കൺട്രോളും ഡൗൺ ആരോ കീയും പ്രസ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ കാണാം 10,00,000, ഇത് കണ്ടോ, 10,48,576 റോസ് ആണ് ഒരു വർക്ക്ഷീറ്റിൽ നമുക്കുള്ളത്. ഇനി നമ്മളിപ്പോൾ നിൽക്കുന്നത് ലാസ്റ്റ് റോയിലാണ്. ഫസ്റ്റ് റോയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ട് കൺട്രോൾ കീയും അപ്പ് ആരോ കീയും കൊടുക്കുക. കീബോർഡിലെ കൺട്രോൾ കീയും അപ്പ് ആരോ കീയും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് റോയിലേക്ക് നമ്മൾ തിരിച്ചു വരും. ഇനി നോക്കാനുള്ളത് ഈ ഒരു വർക്ക്ഷീറ്റിൽ എത്ര കോളം ആണ് ഉള്ളതെന്നുള്ളതാണ്. നമുക്ക് നോർമലി പറയുന്നത് 16,384 റോസ് ആണ് ഒരു വർക്ക്ഷീറ്റിൽ ഉള്ളത്. ദ ടോട്ടൽ നമ്പർ ഓഫ് കോളംസ് ഇൻ എക്സൽ എന്ന് ചോദിച്ചാൽ 16,384 കോളം ഒരു വർക്ക്ഷീറ്റിനുള്ളിലുണ്ട്. അതിൽ ആദ്യത്തെ കോളം എന്ന് പറയുന്നത് A ആണ്. ഇത് കണ്ടല്ലോ, A. ലാസ്റ്റ് കോളം ഏതാ? ഓക്കെ, അതിന്റെ പേര് ഇങ്ങനെയാണ്, XFD എന്നാണ് ലാസ്റ്റ് കോളത്തിന്റെ പേര്. ഇത് എങ്ങനെയാണ് വരുന്നത്? നമ്മൾ ABCD എന്ന് തുടങ്ങി നമ്മൾ Z വരെ അത് അവസാനിച്ചതിന് ശേഷം നമുക്കിതിപ്പോൾ കാണാം. ഓക്കെ, Z വരെ അവസാനിച്ചതിന് ശേഷം AAABAC എന്ന് സ്റ്റാർട്ട് ചെയ്യും. ശേഷമാണെങ്കിലോ ഇത് AZ വരെ അവസാനിക്കും. AZ വരെ അവസാനിച്ചതിന് ശേഷം നെക്സ്റ്റ് BABBBC എന്ന് സ്റ്റാർട്ട് ചെയ്യും. ഇങ്ങനെയാണ് ഇത് XFD വരെ പോയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ലാസ്റ്റ് കോളം ഒന്ന് നോക്കാം. കൺട്രോളും നമ്മൾ ലെഫ്റ്റ് ആരോ കീയും കൊടുത്താൽ റൈറ്റ് ആരോ കീയും കൊടുത്തു കഴിഞ്ഞാൽ XFD നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. കൺട്രോളും അതുപോലെ നമ്മൾ റൈറ്റ് ആരോയും കൊടുക്കാം. ഇത് കണ്ടോ, നമ്മുടെ എക്സൽ ഷീറ്റിലെ ലാസ്റ്റ് കോളം എന്ന് പറയുന്നത്
XFD ആണ്. 16,384 കോളമാണ് XFD എന്ന് പറയുന്നത്. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ വർക്ക്ഷീറ്റിലെ ലാസ്റ്റ് കോളത്തിന്റെ സെക്ഷനിലാണ്. നമുക്ക് ആദ്യത്തെ കോളത്തിലേക്ക് പോകാൻ കൺട്രോളും നമുക്ക് ലെഫ്റ്റ് ആരോ കീയും കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പൊ നമ്മുടെ ഫസ്റ്റ് കോളത്തിലേക്ക് വന്നു കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഓരോ റോയും കോളവും കൂടി ചേരുന്ന ആ ഒരു സെക്ഷനെ ദ ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം എന്ന് പറയുന്നത് സെല്ലാണ്. അപ്പൊ നോക്കി, ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു സെല്ല് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇതെന്താണ്? റോയും കോളവും കൂടി ചേരുന്നതാണ് ഇന്റർസെക്ഷൻ ഓഫ് റോ ആൻഡ് കോളം. അപ്പൊ ഇങ്ങനെ നമ്മൾ ഓരോ കോളമായിട്ടും നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഓരോരോ സെക്ഷനായിട്ട് അല്ലെങ്കിൽ ഓരോ സെല്ലായിട്ട് ഈ ഒരു ഷീറ്റിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഓരോ സെല്ലും നമുക്ക് അഡ്രസ് ചെയ്യാം, അതിനൊരു പേരുണ്ട്. ഈ ഓരോ സെല്ലിനും പേര് കൊടുക്കുന്ന രീതി കോളം ലെറ്ററും റോ നമ്പറും വെച്ചിട്ടാണ് ഓരോ സെല്ലിനും പേര് കൊടുക്കുന്നത്. കോളം ലെറ്റർ റോ നമ്പർ. ഞാൻ ഇപ്പോൾ ക്ലിക്ക് ചെയ്തിരിക്കുന്ന സെല്ലിന്റെ സെൽ അഡ്രസ് എന്ന് പറയുന്നത് B4 ആണ്. ഇത് കണ്ടോ, കോളം ലെറ്റർ റോ നമ്പർ. ഞാൻ ഇവിടെ കൊണ്ട് കഴ്സർ വെച്ചാലോ, കോളം ലെറ്റർ ഏതാണ്? E. റോ നമ്പർ ഏതാണ്? 1. അപ്പൊ ഇവിടുത്തെ സെൽ അഡ്രസ് ഏതാണ്? E1. ഇത് കഴ്സർ ഒന്ന് ഇവിടെ വെച്ചേ. ഇതിൽ കോളം ഏതാണ്? L എന്ന് പറയുന്നത്. അതിൽ റോ ഏതാണ്? നമുക്ക് 10 ആണ് നമുക്ക് ഇവിടുത്തെ റോ. അപ്പൊ അങ്ങനെ വരുമ്പോൾ L10 ആണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന ഒരു സെല്ലിന്റെ സെൽ അഡ്രസ്. ഇവിടെ ഒരു സെൽ ആക്റ്റീവ് ആണ് എന്ന് തിരിച്ചറിയുന്നത് ആ സെല്ലിന് ചുറ്റും ഒരു ബോർഡർ ലൈൻ വരുമ്പോഴാണ് ആ ഒരു സെല്ല് ആക്റ്റീവ് ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്നത്. ഇത് കണ്ടോ, ഇപ്പൊ ആക്റ്റീവായി നിൽക്കുന്ന സെൽ B9 ആണ്. ഓക്കെ, ഇനി ഈ ഒരു സെൽ അഡ്രസ് കാണുന്ന സ്ഥലം എവിടെയാണ്? നമുക്ക് നെയിം ബോക്സ് എന്ന സ്ഥലത്താണ് ഒരു സെല്ലിന്റെ സെൽ അഡ്രസ് നമ്മൾ കാണുന്നത്. അപ്പൊ നമ്മൾ സെൽ അഡ്രസ് ഏതാണ്? B9 ആണ് സെൽ അഡ്രസ്. ഈ സെൽ അഡ്രസ് കാണുന്ന സ്ഥലം നോക്കിയേ, ഇവിടെ പറഞ്ഞിരിക്കുന്ന നെയിം ബോക്സ് ആണ്. ഇത് കണ്ടോ, കഴ്സർ മൂവ് ചെയ്യുന്ന സ്ഥലം കണ്ടോ? നമ്മൾ കഴ്സർ ഏത് പൊസിഷനിൽ വെച്ചാലും ആ സെല്ലിന്റെ സെൽ അഡ്രസ് നെയിം ബോക്സിൽ കാണാൻ വേണ്ടി സാധിക്കും. ഇത് കണ്ടോ, അപ്പൊ നമ്മൾ നെയിം ബോക്സിലാണ് നമുക്ക് ആ സെല്ലിന്റെ സെൽ അഡ്രസ് കാണുന്നത്. നമ്മുടെ കഴ്സർ ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്തേ. ഇത് എത്രയാണ്? L14. സോ നമുക്ക് ഓരോ സെല്ലിന്റെയും സെൽ അഡ്രസ് കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് നെയിം ബോക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ സെല്ലിന്റെ സെൽ അഡ്രസ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി ഒരു കാര്യം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്തുണ്ട്. ഒരു സെല്ലിൽ നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് ആ ടൈപ്പ് ചെയ്യുന്നത് കാണുന്ന സ്ഥലം ഫോർമുല ബാർ എന്നാ പറയുക. ഇതുകൊണ്ട് കണ്ടോ, ഓക്കെ, ഈ പോർഷൻ ആണ് ഫോർമുല ബാർ. ഞാൻ കഴ്സർ മൂവ് ചെയ്യുന്നത് കണ്ടോ, ഈ പോർഷൻ. നമ്മൾ ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയത്, പിന്നെ പിന്നെ IT എന്നൊരു വേർഡ് ഞാൻ ടൈപ്പ് ചെയ്തു. കണ്ടോ, ആ വേർഡ് എവിടെ കാണാം? ഓക്കെ, ഇവിടെ കാണാം, ഈ ഫോർമുല ബാറിൽ കാണാം. സോ ഇനിവേ ഇവിടെ നിന്ന് മനസ്സിലാക്കേണ്ട കാര്യം, ഒരു സെല്ലിന്റെ സെൽ അഡ്രസ് കാണുന്ന സ്ഥലം നെയിം ബോക്സും ആ സെല്ലിൽ എന്താണോ ടൈപ്പ് ചെയ്യുന്നത് കാണുന്ന സ്ഥലം ഫോർമുല ബാറുമാണ്. നമുക്ക് ഒരു കാര്യം കൂടി ഇവിടുന്ന് ബേസിക്സ് ആയിട്ട് മനസ്സിലാക്കാനുണ്ട്. ഈ പറഞ്ഞിരിക്കുന്ന ഒരു എക്സൽ വർക്ക് ബുക്കിൽ 255 ഷീറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, നമുക്ക് ഷീറ്റ് 17, 2, 3, 4, 5 എന്ന് പറഞ്ഞ് കാണുന്നില്ലേ? ഇങ്ങനെ ഒരു വർക്ക് ബുക്കിൽ എത്ര ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം? 255 ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഓക്കെ, എക്സലിൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാൽക്കുലേഷൻസ് എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് അടുത്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഏതൊരു കാൽക്കുലേഷൻ എക്സലിൽ ചെയ്താലും ഏതൊരു ഫോർമുല എക്സലിൽ ചെയ്താലും അത് തുടങ്ങുന്നത് സമചിഹ്നം കൊണ്ടാണ്. = സിമ്പിൾ കൊണ്ടാണ് തുടങ്ങുന്നതെന്ന് ഓർത്തിരിക്കുക. അപ്പൊ രണ്ട് നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതിപ്പോ കണ്ടോ, ഞാനൊരു ക്വസ്റ്റ്യൻ ഒരു എക്സാമ്പിൾ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഈ 100ഉം 20ഉം 25ഉം രണ്ട് സംഖ്യകൾ നമുക്ക് എങ്ങനെയാണ് ഈ എക്സലിൽ ആഡ് ചെയ്യുന്നത് നോക്കാം. അപ്പൊ നമ്മൾ ഒരു സെല്ലിൽ കഴ്സർ ക്ലിക്ക് ചെയ്തു. അടുത്തെന്താ ചെയ്യേണ്ടത്? കീബോർഡിലെ സമചിഹ്നം = സിമ്പിൾ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ, കീബോർഡിലെ = സിമ്പിൾ. അതിനുശേഷം ഫസ്റ്റ് നമ്പർ ടൈപ്പ് ചെയ്യുക, 100 ടൈപ്പ് ചെയ്തു. ശേഷം എന്താ വേണ്ടത്? പ്ലസ് സിമ്പിൾ ഇടുക. നമ്മൾ കീബോർഡിൽ നിന്നും പ്ലസ് സിമ്പിൾ ഇടുക. ശേഷം അടുത്ത സംഖ്യ ടൈപ്പ് ചെയ്യുക. എന്നിട്ട് എൻ്റർ കീ കൊടുക്കുക. കണ്ടോ, 100ഉം 25ഉം കൂടെ കൂട്ടി നമുക്ക് അവിടെ ആൻസർ കാണാം. അപ്പൊ ഏതൊക്കെ നമ്പർ കൂട്ടിയിട്ടാണ് ഈ ആൻസർ വന്നിരിക്കുന്നത് നമ്മൾ പിന്നീട് കാണുന്നത് നോക്കിയ ഫോർമുല ബാറിൽ നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ
നമ്മളിപ്പോ ആഡ് ചെയ്യുന്നത് രണ്ട് സംഖ്യയാണ്. നമുക്ക് ഇതുപോലെ രണ്ടോ മൂന്നോ എത്ര സംഖ്യകൾ വേണമെന്നുണ്ടെങ്കിലും എക്സലിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നോക്കാം, ഈ രണ്ടാമത്തെ ഫോർ എക്സാമ്പിൾ നോക്കാം. 56, 45, 78, 90 ഇത്രയും നമ്പേഴ്സ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം. നമ്മൾ തുടങ്ങുന്നത് എങ്ങനെയാണ്? ആദ്യം എന്താ ചെയ്യേണ്ടത്? കീബോർഡിലെ സമചിഹ്നം = സിമ്പൽ കൊടുക്കാം. ശേഷം ആദ്യത്തെ നമ്പർ 56 ടൈപ്പ് ചെയ്ത് കൊടുത്തു. കീബോർഡിലെ പ്ലസ് സിമ്പൽ ഇട്ടു. വീണ്ടും 45 ടൈപ്പ് ചെയ്തു. വീണ്ടും കീബോർഡിലെ പ്ലസ് സിമ്പൽ കൊടുത്തു. 78 കീബോർഡിൽ നിന്ന് ടൈപ്പ് ചെയ്തു. വീണ്ടും കീബോർഡിലെ പ്ലസ് സിമ്പൽ കൊടുത്തു. കീബോർഡിൽ നിന്ന് 90 ടൈപ്പ് ചെയ്തു. ശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ആൻസർ കിട്ടും. ആ ആൻസറിന്റെ അവിടെ നമ്മൾ കഴ്സർ ക്ലിക്ക് ചെയ്താൽ ഫോർമുല ബാറിൽ ഏതൊക്കെ നമ്പർ കൂട്ടിയാണ് ഈ ആൻസർ കിട്ടിയിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പൊ നമ്മൾ പ്ലസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് മൈനസ് നോക്കാം. ഓക്കെ, കുറയ്ക്കുന്നത് നോക്കാം. 50-ൽ നിന്നും 12 നമുക്ക് കുറയ്ക്കണം. എങ്ങനെ ചെയ്യുക? കീബോർഡിലെ = സിമ്പൽ ആദ്യം കൊടുക്കുക. ശേഷം 50 എന്ന് ടൈപ്പ് ചെയ്യുക. കീബോർഡിൽ നിന്ന് കീബോർഡിലെ മൈനസ് സിമ്പൽ കൊടുക്കുക. കുറയ്ക്കാനുള്ള മൈനസ് സിമ്പൽ കീബോർഡിൽ നിന്ന് കൊടുക്കുക. ശേഷം 12 എന്ന് ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ കൊടുക്കുക. കണ്ടല്ലോ. നെക്സ്റ്റ് ആണ് നമ്പേഴ്സ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത്, ഗുണിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. 45 × 7. അപ്പൊ ഇവിടെയും തുടങ്ങുന്നത് എന്തുകൊണ്ടായിരിക്കണം? = സിമ്പൽ. 45 ഇൻറ്റു എന്ന് പറയുന്നത് നമ്മളെ കീബോർഡിലെ സ്റ്റാർ സിമ്പൽ ആണ് കേട്ടോ. അപ്പൊ സ്റ്റാർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ശേഷം 7 ടൈപ്പ് ചെയ്യുക. എൻ്റർ കീ കൊടുക്കുക. കണ്ടോ, ഇപ്പൊ രണ്ടും കൂടെ ഗുണിച്ച് നമുക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ രണ്ട് നമ്പേഴ്സ് മാത്രമല്ല, എത്ര നമ്പേഴ്സ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഗുണിച്ചെടുക്കാം. ഇത് കണ്ടോ, 34 × 2 × 67 × 78. നമുക്ക് ഇത്രയും നമ്പേഴ്സ് ഒന്ന് ഗുണിച്ച് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? കീബോർഡിലെ = സിമ്പൽ കൊടുക്കാം. അപ്പൊ കീബോർഡിലെ = സിമ്പൽ കൊടുത്തു. ഫസ്റ്റ് നമ്പർ 34 ടൈപ്പ് ചെയ്തു. ശേഷം സ്റ്റാർ എന്ന സിമ്പൽ കൊടുത്തു. 2 ടൈപ്പ് ചെയ്തു. വീണ്ടും സ്റ്റാർ എന്ന സിമ്പൽ കൊടുത്തു. 67 ടൈപ്പ് ചെയ്തു. സ്റ്റാർ എന്ന സിമ്പൽ കൊടുത്തു. 78 ടൈപ്പ് ചെയ്തു. ശേഷം കീബോർഡിലെ എൻ്റർ കീ കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടെ ഇൻറ്റു ചെയ്ത നമ്പർ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ഡിവിഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. നോക്കിയ 50 ÷ 4. കണ്ടോ, നമുക്ക് നോക്കാം 50-നെ 4 കൊണ്ട് ഭാഗിക്കുന്നത്. ഓക്കെ, ഡിവിഷൻ നോക്കാം. അതും ഇതുപോലെ = കൊടുക്കുക. ആദ്യം 50 എന്ന് ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ ഹരണത്തിന്റെ ചിഹ്നം, ഓക്കെ, ഡിവിഷന്റെ ചിഹ്നം കൊടുക്കുക. ശേഷം 4 എന്ന് ടൈപ്പ് ചെയ്യുക. ദെൻ എൻ്റർ കീ കൊടുത്തു കഴിഞ്ഞാൽ 50-നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത ആൻസർ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, 100-ന്റെ 5% നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ഇതും കാൽക്കുലേറ്റ് ചെയ്യാം. 5% ഓഫ് 100, 100-ന്റെ 5%. ഇതെങ്ങനെയാ കാണുക? നമ്മൾ ആദ്യം = കൊടുത്തു. 100 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഇൻറ്റു 5%. ഒന്നുകിൽ 5/100 എന്നോ അല്ലെങ്കിൽ 5 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം കീബോർഡിലെ പെർസെൻറ്റേജ് സിമ്പൽ കൊടുത്താലും മതിയാവും. നമുക്ക് /100 കൊടുക്കാം. ഓക്കെ, /100 കൊടുക്കുവാണ്. കണ്ടോ, കൊടുത്തു. എൻ്റർ. മനസ്സിലായോ? നമ്മൾ ആദ്യം = കൊടുത്തു. ശേഷം 100 × 5, then 5% അല്ലേ, ഒന്നുകിൽ 5/100 എന്നോ അല്ലെങ്കിൽ 5% എന്നോ കൊടുക്കുക. അപ്പൊ ഇത്രയും മനസ്സിലായല്ലോ. നമ്മൾ പഠിച്ച കാൽക്കുലേഷൻസ് നമുക്ക് ഈ എക്സാമ്പിളിലൂടെ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഇപ്പൊ നമുക്ക് 3 നമ്പേഴ്സ് ഇവിടെ ഉണ്ട് ഓൾറെഡി. 10, 45, 89. ഈ 3 നമ്പേഴ്സിന്റെയും കൂടെ സം ടോട്ടൽ നമുക്ക് പ്ലസ് സിമ്പൽ ഉപയോഗിച്ച് കാണണം, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ. ഓക്കെ, നമുക്കത് എന്താ ചെയ്യാം? നമുക്ക് എവിടെയാണോ ആൻസർ വേണ്ടത് കഴ്സർ അവിടെ ആദ്യം ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, കഴ്സർ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ആ സെല്ല് സെലക്റ്റഡ് ആണ്. നമുക്ക് ഇവിടെ എങ്ങനെയെങ്കിലും കഴ്സർ ഇരുന്നാൽ പോരാ, പകരം എവിടെയാണോ ആൻസർ വേണ്ടത് അവിടെ കഴ്സർ ക്ലിക്ക് ചെയ്യുക. ശേഷം നമുക്കറിയാം നമ്പേഴ്സ് ആഡ് ചെയ്യാൻ ആദ്യം സമചിഹ്നം = സിമ്പൽ നമ്മൾ കീബോർഡിൽ നിന്ന് കൊടുക്കുക. ആദ്യത്തെ ഈ പറഞ്ഞിരിക്കുന്ന 10 എന്ന് എവിടെ എഴുതിയിരിക്കുന്നുവോ ആ സെല്ല് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഇങ്ങനെ ആ സെല്ല് ക്ലിക്ക് ചെയ്തപ്പോൾ ആ സെല്ലിന്റെ സെൽ അഡ്രസ് നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി സാധിച്ചു, A2 എന്നുള്ളത്. ശേഷം എന്ത് ചെയ്യണം? കീബോർഡിലെ പ്ലസ് സിമ്പൽ കൊടുക്കണം. വീണ്ടും രണ്ടാമത്തെ സംഖ്യ 45 നമ്മൾ മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. കണ്ടോ, അപ്പൊ അവിടെ A3 എന്ന് വന്നു. ഈ A3 എന്താണ്? ആ സെല്ലിന്റെ സെൽ അഡ്രസ് ആണ് അവിടെ കാണിക്കുന്നത്. വീണ്ടും കീബോർഡിലെ പ്ലസ് സിമ്പൽ കൊടുക്കുക. മൂന്നാമത്തെ നമ്പർ 89 അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക.
അതിന്റെയും സെൽ അഡ്രസ് അവിടെ വന്നു A4 എന്നുള്ളത്. അതിനുശേഷം കീബോർഡിലെ എൻ്റർ കീ പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ടല്ലോ, ഇങ്ങനെയാണ് അതിന്റെ ആൻസർ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നത്. ഓക്കെ ആണോ? നമുക്ക് നെക്സ്റ്റ് നോക്കിയേ, 3 നമ്പേഴ്സ് ഉണ്ട്. ഈ നമ്പേഴ്സ് സം എന്ന് പറയുന്ന ഫംഗ്ഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് നമുക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനാദ്യം എന്താ ചെയ്യേണ്ടേ? ആ സെല്ല് ആദ്യം ക്ലിക്ക് ചെയ്യുക. ശേഷം കീബോർഡിലെ = സിമ്പിൾ ടൈപ്പ് ചെയ്യുക. ശേഷം SUM എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടല്ലോ, SUM എന്ന് ടൈപ്പ് ചെയ്യുക. കീബോർഡിലെ ബ്രാക്കറ്റ് കൊടുക്കുക. അതായത് ഷിഫ്റ്റും 9ഉം ആണ് കീബോർഡിലെ ബ്രാക്കറ്റ്. ഷിഫ്റ്റും 9ഉം കണ്ടോ, കീബോർഡിലെ ബ്രാക്കറ്റ് കൊടുക്കുക. അതിനുശേഷം ഏതൊക്കെ നമ്പേഴ്സ് ആണോ നമുക്ക് ആഡ് ചെയ്യാനുള്ളതിന് അത് മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്യുക. ഓക്കെ, 10 തുടങ്ങി 10 ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക മൗസ്. അപ്പൊ നമുക്കറിയാം, നോക്കി ആ 3 നമ്പേഴ്സും ഇപ്പൊ സെലക്ട് ആയിട്ടുണ്ട്. ഈ സെലക്ട് ആയ നമ്പർ ആണ് അവിടെ C2. കണ്ടോ, C2 നമുക്ക് 2 കുത്തൂടെ കാണിക്കുന്നുണ്ട്. നമ്മൾ അതിനെ പറയുന്നത് ഈസ്റ്റു എന്ന് വായിക്കുക. അതുപോലെ C4 എന്ന് കാണിക്കുന്നുണ്ട്. ഇതെന്താ അതിന്റെ അർത്ഥം എന്താണ്? C2 മുതൽ C2 എന്താണ്? ഈ 10ന്റെ സെൽ അഡ്രസ് കണ്ടോ, C2 മുതൽ C4 വരെയുള്ള നമ്പേഴ്സ് സെലക്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നു എന്നാണ് ഇവിടെ കാണിക്കുന്നത്. ദെൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുക. ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന വെച്ചാൽ കീബോർഡിലെ ഷിഫ്റ്റും 0ഉം കണ്ടോ, ഇപ്പൊ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ആയി. അതിനുശേഷം എൻ്റർ കീ കൊടുക്കുക. കണ്ടോ, അവിടെ ആൻസർ വന്നു കഴിഞ്ഞു. ഓക്കെ, നോക്കി അടുത്ത് നമുക്ക് നോക്കാം. ഇവിടെ കോഴ്സ് ഫീ ഉണ്ട്, ട്യൂഷൻ ഫീയും ഉണ്ട്. നമുക്ക് ടോട്ടൽ ആണ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. 1000ഉം 250ഉം കൂടെ കൂട്ടി നമുക്ക് ഇവിടെ ആൻസർ കാണണം. അതുപോലെ 2500ഉം 230ഉം കൂടെ കൂട്ടി നമുക്ക് ആൻസർ കാണണം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടത്? എവിടെയാണോ നമുക്ക് ആൻസർ വേണ്ടത് അവിടെ നമ്മൾ മൗസ് കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇപ്പൊ ആ സെല്ല് സെലക്ട് ആണ്, കണ്ടല്ലോ. അതിനുശേഷം നമുക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ആദ്യം എന്താ വേണ്ടേ? = സിമ്പിൾ കൊടുത്തു. രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്യാൻ എന്താ ചെയ്യേണ്ടേ? ആദ്യത്തെ നമ്പർ ക്ലിക്ക് ചെയ്യുക മൗസ് ഉപയോഗിച്ച്, കണ്ടോ, ഇങ്ങനെ. ശേഷം കീബോർഡിലെ പ്ലസ് സിമ്പിൾ കൊടുത്തു. രണ്ടാമത്തെ നമ്പർ നമ്മൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം എൻ്റർ കീ കൊടുക്കുക. ഇപ്പൊ നമ്മുടെ ആൻസർ വന്നല്ലോ. ഇങ്ങനെ ഒരു പ്രാവശ്യം ആൻസർ വന്നു കഴിഞ്ഞാൽ താഴേക്കും ആ ഒരു ഫോർമുല കോപ്പി പേസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സെല്ല് ക്ലിക്ക് ചെയ്തതിന് ശേഷം പ്ലസ് സിമ്പിൾ വരുമ്പോൾ, നോക്കി ഞാൻ ഒരിക്കൽ കൂടെ പറയുവാണ്, ഇങ്ങനത്തെ പ്ലസ് സിമ്പിൾ അല്ല, പകരം ഈ കോർണറിൽ വെക്കുമ്പോൾ നോക്കി ഇങ്ങനെ കട്ടിയുള്ള ഒരു പ്ലസ് സിമ്പിൾ വരും. ഇത് കണ്ടോ, നമ്മൾ ഈ ഒരു സെല്ലിന്റെ കോർണറിൽ കഴ്സർ വെക്കുമ്പോഴാണ്, കഴ്സർ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ കോർണറിൽ വെക്കുന്ന സമയത്ത് ഒരു പ്ലസ് സിമ്പിൾ വരും. അതിനുശേഷം അവിടെ ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മൗസ് ക്ലിക്ക് ചെയ്ത് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. മനസ്സിലായോ? ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ടോട്ടൽ എമൗണ്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. നമുക്ക് പ്രൈസും ക്വാണ്ടിറ്റിയും ആണ് ഇവിടെ ഉള്ളത്. ടോട്ടൽ എമൗണ്ട് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. നമ്മൾ എങ്ങനെയാ കാൽക്കുലേറ്റ് ചെയ്യുക? നമുക്ക് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുവാണ് വേണ്ടത്, അല്ലേ? ഇൻറ്റു ചെയ്യുവാണ് വേണ്ടത്. സോ = അവിടെ കൊടുക്കുക. ആദ്യത്തെ സെല്ല് നമ്മൾ ക്ലിക്ക് ചെയ്തു മൗസ് ഉപയോഗിച്ച്. ശേഷം നമുക്ക് ഗുണിക്കുകയാണ് വേണ്ടത്. പ്രൈസും ക്വാണ്ടിറ്റിയും കൂടെ ഗുണിച്ചാണ് ടോട്ടൽ എമൗണ്ട് കാണാനുള്ളത്. അതുകൊണ്ട് തന്നെ ഗുണനചിഹ്നം, നമ്മൾ കീബോർഡിലെ ഗുണനചിഹ്നം ഏതാണ്? സ്റ്റാർ ആണ്, അല്ലേ? അപ്പൊ സ്റ്റാർ ക്ലിക്ക് ചെയ്തു കീബോർഡിൽ നിന്ന്. ശേഷം രണ്ടാമത്തെ സെല്ല് ക്ലിക്ക് ചെയ്തു, എൻ്റർ കീ കൊടുത്തു. അപ്പൊ ഇവിടെയും ഈ 336 കിട്ടിയിരിക്കുന്നത് എങ്ങനെയാണ്? 28ഉം 12ഉം കൂടെ ഗുണിച്ചിട്ടാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിവിടെ ആൻസർ ഉണ്ടല്ലോ. ഈ ഒരു ഫോർമുല താഴേക്ക് കൂടെ വരാൻ എന്താ ചെയ്യേണ്ടേ? ഇവിടെ കൊണ്ട് കഴ്സർ വയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ കോർണറിൽ വെച്ച് നമ്മൾ പ്ലസ് ഇങ്ങനെ വരുമ്പോഴല്ല, പിന്നെയോ ഈ പോർഷനിൽ വരുമ്പോൾ ഇങ്ങനെ വരുമ്പോൾ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. മനസ്സിലായോ? നമുക്ക് എക്സലിൽ ഈ ഡേറ്റ എൻട്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും ആവശ്യമായിട്ട് വന്നിരിക്കുന്ന ഒരു പോർഷനാണ് നമുക്ക് ഈ ഫോണ്ട് ഓപ്ഷൻസ്, അലൈൻമെന്റ് മാറ്റുക, ഈ നമ്പർ സെറ്റിംഗ്സ് കൊടുക്കുക എന്നൊക്കെ ഉള്ളത്. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം നമുക്ക് ഇവിടെ ഡേറ്റാബേസ് ഉണ്ട്. നിങ്ങൾക്ക് കാണാമല്ലോ, സീരിയൽ നമ്പർ, നെയിം, ബേസിക് സാലറി എന്ന് എഴുതിയിരിക്കുന്ന ഒരു ഡേറ്റാബേസ്. നമുക്ക് ഇവിടെ അതിന്റെ ഫോണ്ട് സൈസ് നമുക്ക് 14 ആക്കി കൊടുക്കണം. കോളത്തിന്റെ വിഡ്ത്ത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അതിന്റെ ഹെഡിങ്ങിന് ബോൾഡ് ഓപ്ഷൻ കൊടുക്കണം. അതിലെ യെല്ലോ കളർ ഫില്ല് ചെയ്ത് കൊടുക്കണം. റെഡ് ഫോണ്ട് കളർ കൊടുക്കണം. അതിന് ചുറ്റും ഒന്ന് ബോർഡറും അപ്ലൈ ചെയ്യണം. നമുക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടേ? ഈ ഒരു ഡേറ്റ സെലക്ട് ചെയ്യുക. നമുക്ക് മൗസ് ഉപയോഗിച്ച് നോക്കി ഈ ഒരു ഡേറ്റ സെലക്ട് ചെയ്തു. നമുക്ക് ഫോണ്ട് സൈസ് നമ്മൾ 14 ആക്കുവാണ്. അപ്പൊ അതിനെന്താ വേണ്ടത്? നമുക്ക് ഇവിടെ നിന്ന് ഈ
ഫോണ്ട് സൈസ് കൊടുക്കുന്ന ഈ ഒരു പോർഷനിൽ നിന്ന് കണ്ടോ നമുക്ക് 14 എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. നോക്കി നമുക്ക് ഇതിന്റെ അകത്ത് ഫോണ്ടിന്റെ സൈസ് 14 മാറിയിട്ടുണ്ട്. ഇപ്പൊ നമുക്ക് ഇത് ഫുള്ള് റീഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇത് കണ്ടോ മറ്റൊരു സിമ്പിളൊക്കെ കിടക്കുന്നത് അല്ലേ? ഇതെന്താ ഇങ്ങനെ വരുന്നത്? നമ്മൾ കൊടുക്കുന്ന ഒരു ഡേറ്റ ഒരു സെല്ലിനകത്ത് ഫിറ്റ് ആവാതെ ഉൾക്കൊള്ളാതെ വരുമ്പോഴാണ് അതിന് ആ ഒരു ഉൾക്കൊള്ളാനുള്ള സ്ഥലം തികയാതെ വരുമ്പോഴത്തേക്കുമാണ് ഈ സിമ്പിൾ ഇങ്ങനെ കാണിക്കുന്നത്. സോ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ എപ്പോഴും ചെയ്യേണ്ട കാര്യം ഇതിന്റെ കോളം ഹെഡിങ് വലുതാക്കി കൊടുക്കുക. കോളം ഹെഡിങ്ങിൽ വെച്ചിട്ട് വലുതാക്കുക, അതായത് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുക എന്ന് പറയും. ഈ കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? നമുക്കിവിടെ കണ്ടോ, നിങ്ങൾ ABC എന്ന് എഴുതിയിട്ട് കണ്ടോ, ഈ A എന്ന് പറയുന്ന ഒരു കോളത്തിന്റെ ബോർഡർ നമ്മൾ കഴ്സർ മൂവ് ചെയ്യുമ്പോൾ ഈ പ്ലസ് സിമ്പൽ വരുന്നില്ലേ, ഇതാണ് ഇവിടുത്തെ ബോർഡർ എന്ന് പറയുന്നത്. ഈ ബോർഡറിൽ കഴ്സർ ഇങ്ങനെ നമ്മൾ മൗസിന്റെ കഴ്സർ ഈ ബോർഡറിൽ വെച്ചതിന് ശേഷം അവിടെ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുക മൗസ്. ഇത് കണ്ടോ, ബിയുടെയും ബോർഡറിൽ കഴ്സർ വെക്കുക, ദെൻ ഡബിൾ ക്ലിക്ക്. അതുപോലെ ബേസിക് പേയുടെ ബോർഡറിൽ കഴ്സർ വെക്കുക, ഡബിൾ ക്ലിക്ക്. ഇപ്പൊ കണ്ടോ കറക്റ്റ് ആയിട്ട് ആ ഒരു സെല്ലിനകത്ത് ആ ഡേറ്റ ഫിറ്റ് ആയിട്ട് വന്നു. ഇതാണ് കോളം വിഡ്ത്ത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള എളുപ്പ വഴി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഈ ഹെഡിങ്സിന് എങ്ങനെയാണ് ബോൾഡ് ഓപ്ഷൻസ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഹെഡിങ്സ് മാത്രമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഫോണ്ട് നമ്മൾ ഹോം ടാബിലാണ് കട്ട് ചെയ്തുള്ളത്. ഹോമില് ഫോണ്ടിനകത്ത് ബോൾഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം എന്താ വേണ്ടത്, നമുക്ക് ആ ഒരു ഹെഡിങ്ങിന്റെ പോർഷൻ യെല്ലോ കളർ ഫില്ല് ചെയ്യണം. ഓക്കെ, ഇപ്പൊ നമ്മൾ സെലക്ഷൻ ഉണ്ട്. ഈ ഹോമില് ഫോണ്ടിനുള്ളില് ഇത് കണ്ടോ, നമുക്ക് ഇവിടെ വന്ന ഫിൽ കളർ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം യെല്ലോ കളർ കൊടുക്കുക. ഇനി നമുക്ക് അതിന്റെ റെഡ് കളർ എങ്ങനെയാണ് ആ ഹെഡിങ്ങിന് കൊടുക്കുന്നതെന്ന് നോക്കാം. ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഇവിടെ റെഡ് കളർ ഉണ്ട്, ഇത് കണ്ടോ റെഡ് കളറും കൊടുത്തു. ഇത് നമുക്ക് എന്താ വേണ്ടത്, ബോർഡർ ആണ് വേണ്ടത്. നിങ്ങൾക്ക് ഇപ്പൊ ഇവിടെ കാണാം, ഇവിടെ നമുക്ക് ഈ റോയും കോളത്തിലും ഒക്കെ ഇങ്ങനെ വരയുണ്ടല്ലേ, പക്ഷെ നമ്മളിത് എന്താണ് ആക്ച്വലി ഗ്രിഡ് ലൈൻസ് ആണ്. നമ്മളിത് പ്രിന്റ് എടുക്കുന്ന സമയത്ത് ഈ വര ഇവിടെ കാണുന്നില്ല. നമുക്കൊന്ന് നോക്കാം. നോക്കിയേ, ഫയൽ മെനു എടുത്തതിന് ശേഷം പ്രിന്റ് ഒന്ന് എടുത്ത് നോക്കിയേ. നമുക്ക് ഇവിടെ കണ്ടോ ഈ വര ഇപ്പൊ ഇവിടെ ഉണ്ടോ? നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ വര? ഇല്ലല്ലോ, കണ്ടോ? ഇപ്പൊ നമുക്ക് ഇവിടെ ഈ വരയില്ല, ചുറ്റും ബോർഡറോ വരയോ ഒന്നും തന്നെ ഇല്ല. നമുക്കത് കൊടുക്കാൻ, ഇത് തിരിച്ചു പോകാൻ നമുക്ക് നോക്കി ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്താൽ തിരിച്ചു പോവാം കേട്ടോ. ഇത് കണ്ടോ, ഇതിന്റെ കഴ്സർ മൂവ് ചെയ്യുന്നത് നോക്കി, ഈ ആരോ മാർക്കിൽ ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് ഈ വിൻഡോയിലേക്ക് വരാം. ഇവിടെ വെച്ച് നമുക്ക് ബോർഡർ കൊടുക്കാം. സെലക്ട് ചെയ്യുക ആദ്യം, കണ്ടോ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം മെനുവില് ഫോണ്ട് എന്ന സബ് ഗ്രൂപ്പിനുള്ളില് ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓൾ ബോർഡർ, ഇത് കണ്ടോ ഈ ഓപ്ഷൻ ഓൾ ബോർഡർ, നമ്മൾ ഇവിടെ നിന്നാണ് എടുത്തത്. ഓൾ ബോർഡർ കൊടുക്കുക. ഇപ്പൊ ബോർഡർ ആയി. ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയേ. ഫയൽ എടുക്കുക, പ്രിന്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടോ ഇപ്പൊ ഇവിടെ ബോർഡർ വന്നത് കണ്ടോ, ഈ പോർഷനിലെ ബോർഡർ ഇപ്പൊ ഇവിടെ വന്നിട്ടുണ്ട്, കണ്ടോ. ദെൻ ബാക്കിലേക്ക് തിരിച്ചു പോവുക. നമ്മൾ വീണ്ടും പഴയ വിൻഡോയിലേക്ക് തിരിച്ചു വന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. എക്സലിൽ നമുക്ക് ഡേറ്റയെ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഡേറ്റയെ റൈറ്റ് അലൈൻ ചെയ്യുക, ലെഫ്റ്റ് അലൈൻ, സെന്റർ അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ ഇത് കണ്ടോ ഓൾട്ട് പ്ലസ് എൻ്റർ എന്ന ഒരു ഷോർട്ട് കട്ട്, അതിന്റെ യൂസേജ് എക്സലിൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ മെർജ് ആൻഡ് സെന്റർ എക്സലിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നോക്കി ഇതിപ്പോ ഒരു ഡേറ്റ ലിസ്റ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് കണ്ടോ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ലെഫ്റ്റ് അലൈൻ ദ കോളം സീരിയൽ നമ്പർ. നമ്മൾ എന്താ ചെയ്യേണ്ടേ, സീരിയൽ നമ്പർ എന്ന ആ കോളം നമുക്ക് അവിടെ ഹെഡിങ്ങിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഒന്നുകിൽ ഹെഡിങ്ങിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്താലും മതിയാവും. ഞാനിപ്പോ ഹെഡിങ്ങിലാണ് കൊടുക്കുന്നത്. ഹെഡിങ്ങിൽ കൊടുത്താൽ എന്താണ്, ആ ഒരു എൻറ്റയർ കോളം മുഴുവൻ എങ്ങനെയായിട്ട് മാറും, ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് അലൈൻ ആയിട്ട് മാറും. നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഡേറ്റ മാത്രം മതിയെങ്കിലോ, ഡേറ്റ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം ഹോം ടാബില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളിൽ ഓക്കെ നമ്മുടെ കഴ്സർ വെക്കുമ്പോൾ കാണാം അലൈൻ ലെഫ്റ്റ്. ഇത് കണ്ടോ, നമ്മളത് കഴ്സർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻ ആയിട്ട് ആ ഡേറ്റ മാറിയിരിക്കുന്നതായിട്ട് കാണാം. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്, സെന്റർ അലൈൻ ദ കോളംസ് ബേസിക് പേ ആൻഡ് DA. ബേസിക് പേ എന്ന കോളവും DA എന്ന കോളവും സെന്റർ ആയിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഡേറ്റയെ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഹോം മെനുവില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളില് ഇത് കണ്ടോ സെന്റർ അലൈൻ, സെന്റർ അലൈൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഡേറ്റ സെന്റർ അലൈൻ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇത് കണ്ടോ സെന്റർ അലൈൻ, കഴ്സർ വയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് സെന്റർ, കണ്ടോ. നെക്സ്റ്റ് എന്താ, സെന്റർ ദ ഹെഡിങ് എംപ്ലോയി ഡീറ്റെയിൽസ്. ഇത് കണ്ടോ, ഇപ്പൊ എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഹെഡിങ് ഇവിടെയാണ് ഉള്ളത് അല്ലേ.
അതായത് നമുക്ക് ഈ പറയുന്ന എ എന്ന കോളത്തിൽ മാത്രമാണ് ഈ എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഹെഡിങ് ഉള്ളത്. നമുക്കത് ഈ ഒരു ഡേറ്റയുടെ സെന്റർ ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യുക? അത്രയും കോളം സെലക്ട് ചെയ്യണം. ഏതൊക്കെ കോളത്തിന്റെ സെന്ററിലാണോ വരാനുള്ളത് അത്രയും കോളം സെലക്ട് ചെയ്യണം. ഇത് കണ്ടു. ഇപ്പൊ ഞാൻ എ മുതൽ ഡി വരെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മെർജ് ആൻഡ് സെന്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇതുപോലെ ഈ ഹോം ടാബില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളിൽ നമുക്കിത് കണ്ടോ, മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോൾ നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന ഒരു വേർഡ് ഈ ഒരു ഡേറ്റയുടെ സെന്ററിലായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം സെല്ലിനെ ഒന്നിപ്പിക്കാൻ എക്സലിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. നമുക്ക് അതിന് എന്താണ് ചെയ്യാനുള്ളത്? സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഒരു കാര്യം, ഫിറ്റ് ദ ടെക്സ്റ്റ്. ഇവിടെ ഏതാ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്? ദിസ് ടെക്സ്റ്റ് ബിലോങ്സ് ടു ഇൻ വൺ സെൽ. അത് പറയുന്നത് എന്താണ്? റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ നമുക്ക് നോക്കാം, ഈ ദിസ് ടെസ്റ്റ് ബിലോങ്സ് ടു എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് സെൽ എ എന്ന് പറയുന്ന കോളത്തിലാണ്. പക്ഷെ അത് ബിയിലേക്കും കൂടെ സ്പ്രെഡ് ആയിട്ടില്ലേ? ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്? ഈ എ എന്ന ആ ഒരു സെല്ലിന്റെ ബോർഡറിനകത്ത് ഈ ടെക്സ്റ്റ് നിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതിലേക്കാണ് നമ്മൾ ഈ റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം ടാബില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളിൽ നമുക്ക് റാപ്പ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ, ഇതാണ് റാപ്പ് ടെസ്റ്റ്. അലൈൻമെന്റ് എന്നുള്ള സബ് ടാബിനുള്ളിലെ ഓപ്ഷൻ കണ്ടോ, റാപ്പ് ടെസ്റ്റ്. ആ റാപ്പ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ നമുക്ക് കാണാം ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ മാത്രമായിട്ട് അലൈൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. അതാണ് റാപ്പ് ടെസ്റ്റ്. നെക്സ്റ്റ് നോക്കാനുള്ളത് ഈ ഓൾട്ട് പ്ലസ് എന്റർ എന്ന ഒരു കീ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് കട്ടിന്റെ ഉപയോഗം എക്സലിൽ എന്തിനാണുള്ളതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഡേറ്റ ലിസ്റ്റില് നെയിം എന്നല്ലെങ്കിൽ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇവിടെ കൊടുക്കാനുള്ളത് നെയിം ഓഫ് എംപ്ലോയി എന്നാണ് എന്ന് വെച്ചോ. അപ്പൊ ഇവിടെ ഈ നെയിം ഓഫ് എന്നുള്ളത് അടുത്ത ലൈനിലും വരണം. അതായത് ഈ ഒരു സെല്ലിനകത്ത് നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു സെല്ലിനകത്ത് അടുത്ത ലൈനിൽ എഴുതണം. അതിനുള്ള ഷോർട്ട് കട്ടാണ് ഓൾട്ട് പ്ലസ് എന്റർ. നമുക്ക് വേണ്ട കാര്യം ആ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ? ദെൻ നമ്മളെ കീബോർഡിൽ നിന്ന് ഓൾട്ടും എന്ററും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഓഫ് എംപ്ലോയി ഇത് കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് സെൽ അറേഞ്ച് ചെയ്താൽ മതി. ഒന്ന് സെന്റർ ചെയ്യാം. കണ്ടോ? അപ്പൊ ഇങ്ങനെ ഒരു സെല്ലിനകത്ത് അടുത്ത ലൈനായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് പ്ലസ് എന്റർ എന്നുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നോക്കി ഒരുപാട് നമുക്ക് ഈ സെല്ലിൽ കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുക? നെയിം എന്ന് ടൈപ്പ് ചെയ്തു, ശേഷം കീബോർഡിൽ നിന്ന് ഓൾട്ട് എന്റർ കൊടുത്തു, എന്നിട്ട് ബാലൻസ് ടൈപ്പ് ചെയ്തു. കണ്ടോ? നമുക്ക് ഈ സെൽ നമുക്ക് ഇതുപോലെ അലൈൻ ചെയ്തെടുക്കാം. കണ്ടോ? നെയിം ഓഫ് എംപ്ലോയി അതിപ്പോ ഒറ്റ സെല്ലായിട്ട് ഇങ്ങനെ വന്നു. ഒറ്റ സെല്ലിൽ രണ്ട് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എഴുതാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. എക്സലിൽ നമുക്ക് ഡേറ്റയെ എങ്ങനെയാണ് അലൈൻ ചെയ്യുന്നതെന്ന് നോക്കാം. അതായത് ഡേറ്റയെ റൈറ്റ് അലൈൻ ചെയ്യുക, ലെഫ്റ്റ് അലൈൻ, സെന്റർ അലൈൻ ചെയ്യുന്നത് എങ്ങനെയാണ്. അതുപോലെ ഇത് കണ്ടോ, ഓൾട്ട് പ്ലസ് എന്റർ എന്ന ഒരു ഷോർട്ട് കട്ട്, അതിന്റെ യൂസേജ് എക്സലിൽ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, അതുപോലെ മെർജ് ആൻഡ് സെന്റർ എക്സലിൽ എങ്ങനെയാണ് കൊടുക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പൊ നോക്കി, ഇതിപ്പോ ഒരു ഡേറ്റ ലിസ്റ്റ് ആണ്. നമുക്ക് ഫസ്റ്റ് കണ്ടോ ഒരു എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് കണ്ടോ, ലെഫ്റ്റ് അലൈൻ ദ കോളം സീരിയൽ നമ്പർ. നമ്മൾ എന്താ ചെയ്യേണ്ടത്? സീരിയൽ നമ്പർ എന്ന ആ കോളം നമുക്ക് അവിടെ ഹെഡിങ്ങിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. ഇത് കണ്ടോ, ഒന്നുകിൽ ഹെഡിങ്ങിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ അത്രയും പോർഷൻ മാത്രമായിട്ട് സെലക്ട് ചെയ്താലും മതിയാവും. ഞാനിപ്പോ ഹെഡിങ്ങിലാണ് കൊടുക്കുന്നത്. ഹെഡിങ്ങിൽ കൊടുത്താൽ എന്താണ്, ആ ഒരു എൻറ്റയർ കോളം മുഴുവൻ എങ്ങനെയായിട്ട് മാറും? ഈ പറഞ്ഞിരിക്കുന്ന ലെഫ്റ്റ് അലൈൻ ആയിട്ട് മാറും. നമുക്ക് അല്ലെങ്കിൽ ഈ ഒരു പോർഷൻ ഡേറ്റ മാത്രം മതിയെങ്കിലോ, ഡേറ്റ മാത്രം നമ്മൾ സെലക്ട് ചെയ്യും. അതിനുശേഷം ഹോം ടാബില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളില് നമ്മുടെ കഴ്സർ വയ്ക്കുമ്പോൾ കാണാം അലൈൻ ലെഫ്റ്റ്. ഇത് കണ്ടോ, നമ്മളത് കഴ്സർ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ലെഫ്റ്റ് അലൈൻ ആയിട്ട് ആ ഡേറ്റ മാറിയിരിക്കുന്നതായിട്ട് കാണാം. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്? സെന്റർ അലൈൻ ദ കോളംസ് ബേസിക് പേ ആൻഡ് ഡി എ. ബേസിക് പേ എന്ന കോളവും ഡി എ എന്ന കോളവും സെന്റർ ആയിട്ട് അലൈൻ ചെയ്യുക എന്നുള്ളത്. നമുക്ക് ഡേറ്റയെ സെലക്ട് ചെയ്യാം.
അതിനുശേഷം ഹോം മെനുവില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളിൽ ഇത് കണ്ടോ, സെന്റർ അലൈൻ. സെന്റർ അലൈൻ ക്ലിക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് ഡേറ്റ സെന്റർ അലൈൻ ആയിട്ട് വന്നിരിക്കുന്നതായിട്ട് കാണാം. ഇത് കണ്ടോ, സെന്റർ അലൈൻ. കഴ്സർ വയ്ക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട് സെന്റർ. കണ്ടോ? നെക്സ്റ്റ് എന്താ, സെന്റർ ദ ഹെഡിങ് എംപ്ലോയി ഡീറ്റെയിൽസ്. ഇത് കണ്ടോ, ഇപ്പൊ എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഹെഡിങ് ഇവിടെയാണ് ഉള്ളത് അല്ലേ? അതായത് നമുക്ക് ഈ പറയുന്ന എ എന്ന കോളത്തിൽ മാത്രമാണ് ഈ എംപ്ലോയി ഡീറ്റെയിൽസ് എന്നുള്ള ഹെഡിങ് ഉള്ളത്. നമുക്കത് ഈ ഒരു ഡേറ്റയുടെ സെന്റർ ആക്കി മാറ്റണം. അതിനെന്താ ചെയ്യുക, അത്രയും കോളം സെലക്ട് ചെയ്യണം. ഏതൊക്കെ കോളത്തിന്റെ സെന്ററിലാണോ വരാനുള്ളത് അത്രയും കോളം സെലക്ട് ചെയ്യും. ഇത് കണ്ടോ, ഇപ്പൊ ഞാൻ എ മുതൽ ഡി വരെ സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ മെർജ് ആൻഡ് സെന്റർ എന്നുള്ള ഓപ്ഷൻ കൊടുക്കാം. ഇതുപോലെ ഈ ഹോം ടാബില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളിൽ നമുക്കിത് കണ്ടോ, മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഇത് കണ്ടോ, ഇപ്പോ നമ്മുടെ എംപ്ലോയി ഡീറ്റെയിൽസ് എന്ന ഒരു വേർഡ് ഈ ഒരു ഡേറ്റയുടെ സെന്ററിലായിട്ട് പ്ലേസ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നിലധികം സെല്ലിനെ ഒന്നിപ്പിക്കാൻ എക്സലിൽ ഉപയോഗിക്കുന്ന ഒരു ഓപ്ഷനാണ് മെർജ് ആൻഡ് സെന്റർ എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. നമുക്ക് അതിന് എന്താണ് ചെയ്യാനുള്ളത്, സെലക്ട് ചെയ്തതിന് ശേഷം മെർജ് ആൻഡ് സെന്റർ എന്ന ഓപ്ഷൻ നമ്മൾ കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഒരു കാര്യം, ഫിറ്റ് ദ ടെക്സ്റ്റ്. ഇവിടെ ഏതാ ടെക്സ്റ്റ് പറഞ്ഞിരിക്കുന്നത്, ദിസ് ടെക്സ്റ്റ് ബിലോങ്സ് ടു ഇൻ വൺ സെൽ. അത് പറയുന്നത് എന്താണ്, റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഓപ്ഷൻ ഇവിടെ അപ്ലൈ ചെയ്യാനാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് ഈ റാപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാല്, ഇപ്പൊ നമുക്ക് നോക്കാം, ഈ ദിസ് ടെസ്റ്റ് ബിലോങ്സ് ടു എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിരിക്കുന്നത് സെൽ എ എന്ന് പറയുന്ന കോളത്തിലാണ്. പക്ഷെ അത് ബിയിലേക്കും കൂടെ സ്പ്രെഡ് ആയിട്ടില്ലേ, ഉണ്ട്. അപ്പൊ നമുക്ക് എന്താ വേണ്ടത്, ഈ എ എന്ന ആ ഒരു സെല്ലിന്റെ ബോർഡറിനകത്ത് ഈ ടെക്സ്റ്റ് നിൽക്കണം. അതാണ് നമ്മുടെ ആവശ്യം. അതിലേക്കാണ് നമ്മൾ ഈ റാപ്പ് ടെസ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ നോക്കി, നമ്മൾ ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഹോം ടാബില് അലൈൻമെന്റ് എന്ന സബ് ടാബിനുള്ളിൽ നമുക്ക് റാപ്പ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നത് കണ്ടോ, ഇതാണ് റാപ്പ് ടെസ്റ്റ്. അലൈൻമെന്റ് എന്നുള്ള സബ് ടാബിനുള്ളിലെ ഓപ്ഷൻ കണ്ടോ, റാപ്പ് ടെസ്റ്റ്. ആ റാപ്പ് ടെസ്റ്റ് എന്നുള്ള ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ ഇപ്പൊ നമുക്ക് കാണാം ആ ഒരു ടെക്സ്റ്റ് ഈ ഒരു കോളത്തിൽ മാത്രമായിട്ട് അലൈൻ ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കാണാൻ സാധിക്കും. അതാണ് റാപ്പ് ടെസ്റ്റ്. നെക്സ്റ്റ് നോക്കാനുള്ളത്, ഈ ഓൾട്ട് പ്ലസ് എന്റർ എന്ന ഒരു കീ കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു ഷോർട്ട് കട്ടിന്റെ ഉപയോഗം എക്സലിൽ എന്തിനാണുള്ളതെന്നാണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഈ ഒരു ഡേറ്റ ലിസ്റ്റില് നെയിം എന്നല്ല ഞാൻ കൊടുത്തിരിക്കുന്നത്. എനിക്ക് ഇവിടെ കൊടുക്കാനുള്ളത് നെയിം ഓഫ് എംപ്ലോയി എന്നാണ് എന്ന് വെച്ചോ. അപ്പൊ ഇവിടെ ഈ നെയിം ഓഫ് എന്നുള്ളത് അടുത്ത ലൈനിലും വരണം. അതായത് ഈ ഒരു സെല്ലിനകത്ത് നെക്സ്റ്റ് ലൈൻ സ്റ്റാർട്ട് ചെയ്യണം. ഒരു സെല്ലിനകത്ത് അടുത്ത ലൈനിൽ എഴുതണം. അതിനുള്ള ഷോർട്ട് കട്ടാണ് ഓൾട്ട് പ്ലസ് എന്റർ. നമുക്ക് വേണ്ട കാര്യം, ആ സെല്ലിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക. കണ്ടോ, ദെൻ നമ്മളെ കീബോർഡിൽ നിന്ന് ഓൾട്ടും എന്ററും കൂടെ ഒരുമിച്ച് പ്രസ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഓഫ് എംപ്ലോയി ഇത് കണ്ടോ, ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സെൽ അറേഞ്ച് ചെയ്താൽ മതി. ഒന്ന് സെന്റർ ചെയ്യാം. കണ്ടോ, അപ്പൊ ഇങ്ങനെ ഒരു സെല്ലിനകത്ത് അടുത്ത ലൈനായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഓൾട്ട് പ്ലസ് എന്റർ എന്നുള്ള ഷോർട്ട് കട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. ഓക്കെ ആണോ? ഇപ്പൊ നമുക്ക് ഈ സെല്ലിൽ കൂടെ ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്താ ചെയ്യുക, നെയിം എന്ന് ടൈപ്പ് ചെയ്തു, ശേഷം കീബോർഡിൽ നിന്ന് ഓൾട്ട് എന്റർ കൊടുത്തു, എന്നിട്ട് ബാലൻസ് ടൈപ്പ് ചെയ്തു. കണ്ടോ, നമുക്ക് ഈ സെൽ നമുക്ക് ഇതുപോലെ അലൈൻ ചെയ്തെടുക്കാം. കണ്ടോ, നെയിം ഓഫ് എംപ്ലോയി അതിപ്പോ ഒറ്റ സെല്ലായിട്ട് ഇങ്ങനെ വന്നു. ഒറ്റ സെല്ല് രണ്ട് ലൈൻ സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് എഴുതാൻ വേണ്ടി സാധിച്ചു. ഓക്കെ, ഇത് മനസ്സിലായല്ലോ. എക്സലിൽ നമുക്ക് നമ്പർ ഫോർമാറ്റിംഗ് എങ്ങനെയാണ് ഈ നമ്പേഴ്സിന് കൊടുക്കുന്നത് നമുക്കൊന്ന് നോക്കാം. അതിലാദ്യം നമുക്ക് നോക്കി, 1000 സെപ്പറേറ്റർ ഇത് കണ്ടോ, യൂസ് 1000 സെപ്പറേറ്റർ ഇൻ ദ കോളം ബേസിക് പേ. ബേസിക് പേ എന്ന് എഴുതിയിരിക്കുന്ന കോളത്തിലെ നമ്പേഴ്സ് കണ്ടോ, നമുക്ക് ഇവിടെ 1000 സെപ്പറേറ്റർ അപ്ലൈ ചെയ്യണം. എന്താണ് ഈ 1000 സെപ്പറേറ്റർ? ഇത് കണ്ടോ, ഈ 15,000 ഇങ്ങനെ എഴുതിയിരിക്കുന്ന കണ്ടോ, 15 കഴിഞ്ഞ് ഒരു കോമ ഇട്ടതിന് ശേഷം 3 സ്ഥാനം കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് 1000 സെപ്പറേറ്റർ. അപ്പൊ നമുക്ക് ഇങ്ങനെ 1000 സെപ്പറേറ്റർ ഈ പറഞ്ഞിരിക്കുന്ന നമ്പേഴ്സിന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഞാൻ ഈ പറയുന്നത്. ആ നമ്പേഴ്സ് മാത്രം നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബില് നമ്പർ എന്ന സബ് ടാബ് കണ്ടോ, നമുക്ക് അവിടെ ഈ കോർണറിൽ വെച്ച് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്പർ എന്ന സബ് ടാബിന്റെ ഈ കോർണറിൽ വെച്ച് നമ്മൾ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഒരു ഡയലോഗ് ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ട് കാണാം. ഇവിടെ
നമുക്ക് ഒരുപാട് സബ് ഓപ്ഷൻസ് ഉണ്ട്. കണ്ടോ, നമ്പർ, അലൈൻമെന്റ്, ഫോണ്ട് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സബ് ഓപ്ഷൻ ഉണ്ട്. ഇതില് ആദ്യത്തെ സബ് ഓപ്ഷൻ നമ്പർ എന്ന സബ് ഓപ്ഷൻ, അതിനകത്ത് കാറ്റഗറി എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ, അതില് രണ്ടാമത്തത് നമ്പർ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ശേഷം ഇതിവിടെ കാണാം യൂസ് 1000 സെപ്പറേറ്റർ എന്ന ഓപ്ഷൻ ടിക്ക് ഓൺ ചെയ്ത് കൊടുക്കുക. ഇവിടെ ആദ്യം ടിക്ക് ഇല്ലായിരുന്നല്ലോ, നമ്മളിവിടെ നമ്മുടെ മൗസ് വെച്ച് ഇവിടെ ടിക്ക് ഓൺ ചെയ്യുക. നമുക്ക് ഡെസിമൽ പ്ലേസ് വേണ്ടല്ലോ, അത് നമ്മൾ ഡെസിമൽ പ്ലേസ് 0 ആക്കി മാറ്റുക. അത് ഇവിടെ ക്ലിക്ക് ചെയ്താൽ 0 ആയിട്ട് മാറും. ഇത് കണ്ടോ, ഇങ്ങനെ മുകളിലോട്ട് കൊടുത്താൽ അതിന്റെ എണ്ണം കൂടും, താഴോട്ട് കൊടുത്താൽ എണ്ണം കുറയും. ശേഷം ഈ നെഗറ്റീവ് നമ്പേഴ്സ് എന്നുള്ളത് രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് നെഗറ്റീവ് നമ്പർ ഇട്ട് കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്നത്. ഇവിടെ എന്തൊക്കെ ചെയ്തു, നമ്പർ സബ് ടാബ് ക്ലിക്ക് ചെയ്തു, ഡെസിമൽ പ്ലേസ് 0 ആക്കി, യൂസ് 1000 സെപ്പറേറ്റർ ടിക്ക് ഓൺ ചെയ്തു, നെഗറ്റീവ് നമ്പേഴ്സിൽ രണ്ടാമത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഇനി ഓക്കെ കൊടുത്ത് നോക്കിയേ, ഇത് കണ്ടോ, നമുക്ക് ഇവിടെ 1000 സെപ്പറേറ്റർ ബേസിക് പേ എന്ന കോളത്തിൽ അപ്ലൈ ആയിട്ടുണ്ട്. അടുത്തെന്താ പറഞ്ഞിരിക്കുന്നത്, അപ്ലൈ 2 ഡെസിമൽ പ്ലേസസ് ഇൻ ദ കോളം ഇ. ഇ എന്ന കോളത്തിൽ എന്താണ്, ഓവർ ടൈം ആണുള്ളത് അല്ലേ. ഓവർ ടൈം ദശാംശ സ്ഥാനം കഴിഞ്ഞതിന് ശേഷം 3 ഡിജിറ്റ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് എന്താ വേണ്ടത്, ദശാംശ സ്ഥാനം കഴിഞ്ഞതിന്, ഡെസിമൽ പ്ലേസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് 2 ഡിജിറ്റ് മതി. ഇത് എങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ നോക്കുന്നത്. ഓക്കെ, അത് മാത്രം സെലക്ട് ചെയ്തു. ശേഷം ഹോം ടാബില് ഈ നമ്പർ എന്ന സബ് ടാബിനുള്ളിൽ നമ്മൾ നേരത്തെ എടുത്തതുപോലെ കോർണറിൽ വെച്ച് ക്ലിക്ക് ചെയ്യുക. നമ്പർ എന്നുള്ള ഹെഡിങ്ങിന്റെ അണ്ടറിൽ നമ്പർ സബ് ടാബിനുള്ളിൽ ഓക്കെ, ഡെസിമൽ പ്ലേസ് ഇവിടെ 3 അല്ലേ ഉള്ളത്, അതിനെ മാറ്റി 2 ആക്കി കൊടുക്കാം. കണ്ടോ, 2 ആക്കി. നെഗറ്റീവ് നമ്പേഴ്സിൽ രണ്ടാമത്തെ ഫോർമാറ്റും എടുത്തു. കണ്ടോ, ഡെസിമൽ പ്ലേസ് 2 ആക്കി കൊടുത്തു, നെഗറ്റീവ് നമ്പേഴ്സിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുത്തു. ഇനി ഓക്കെ കൊടുത്തു നോക്കിയേ, ഇത് കണ്ടു. ഇപ്പോ ഡെസിമൽ പ്ലേസ് കഴിഞ്ഞിട്ട് 2 സ്ഥാനം സെറ്റ് ആയിട്ടുണ്ട്. നമുക്കിത് ഇങ്ങനെ ചെയ്യാം, അതല്ലാതെ ഇപ്പൊ നമ്മുടെ ആവശ്യം ഈ നോക്കിയ ഒരു ജി എന്ന കോളത്തില് എന്ത് ടൈപ്പ് ദശാംശ സ്ഥാനം കഴിഞ്ഞ് എത്ര സംഖ്യ നമ്മൾ കൊടുത്താലും 2 ഡിജിറ്റിന് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആയിട്ട് വരണം. നമുക്ക് അങ്ങനെ കൊടുക്കുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു കോളം ഹെഡിങ്ങിൽ അങ്ങ് സെലക്ട് ചെയ്യുക. ഇത് കണ്ടോ, കോളം ഹെഡിങ്ങിൽ സെലക്ട് ചെയ്യുമ്പോൾ പ്രയോജനം എന്താണ്, ആ എൻറ്റയർ കോളം സെലക്ട് ആയിട്ട് വരും. അതിനുശേഷം നമ്പർ സബ് ടാബിനുള്ളിൽ നോക്കിയേ, നമ്പറിനുള്ളിൽ 2 ഡെസിമൽ പ്ലേസസ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ക്ലിയർ ചെയ്യുക. ദെൻ നെഗറ്റീവ് നമ്പേഴ്സ് കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇനി നോക്കി ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ, ഞാനിപ്പോ 12 പോയിന്റ് 3-4 ഡിജിറ്റ് കൊടുക്കുവാണ്. കഴ്സർ ഒന്ന് മാറ്റി ക്ലിക്ക് ചെയ്ത് നോക്കിയേ, ഇത് കണ്ടു. നമ്മൾ എത്ര ഡിജിറ്റ് കൊടുത്താൽ തന്നെയും അത് 2 നമ്പേഴ്സിനെ റൗണ്ട് ചെയ്ത് അവിടെ കാണിക്കും. അപ്പൊ നമുക്ക് ഇങ്ങനെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും ഡെസിമൽ പ്ലേസ് സെറ്റ് ചെയ്ത് എടുക്കാം. ഓക്കെ, ദെൻ ലാസ്റ്റ് വൺ, നമുക്ക് കറൻസി സിമ്പിൾ. നമ്മൾ സാധാരണ എപ്പോഴും കാൽക്കുലേഷൻസോ നമുക്ക് അങ്ങനെയുള്ള ഡേറ്റയൊക്കെയാണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ കറൻസി സിമ്പിൾ ആവശ്യം വരുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ബേസിക് പേയുടെ കോളത്തിലാണ് കറൻസി സിമ്പിൾ കൊടുക്കാൻ പറഞ്ഞിരിക്കുന്നത്. സോ ബേസിക് പേയുടെ കോളം നമ്മൾ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് ഇവിടെ ഉണ്ട് കണ്ടോ, നമ്പർ സബ് ടാബിനുള്ളിൽ നമ്മൾ കണ്ടോ കറൻസി കണ്ടോ, അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ കാണാം നമുക്ക് ഇതിൻ്റെ അകത്ത് കറൻസി സിമ്പിൾ ആഡ് ആയിട്ട് വന്നു. ഇപ്പൊ ഡെസിമൽ പ്ലേസിന്റെ എണ്ണം കൂടിയിട്ടുണ്ട്, നമുക്കത് എളുപ്പ വഴിക്ക് ഇതേ കുറയ്ക്കാം. നമുക്ക് ഇവിടെ തന്നെ ഉണ്ട് ഡെസിമൽ പ്ലേസിന്റെ എണ്ണം ഇതേ കുറച്ചെടുക്കാം. കണ്ടോ, നമുക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെസിമൽ പ്ലേസിന്റെ എണ്ണം കൂടി വരും, ഇവിടെ ആണെങ്കിൽ കുറഞ്ഞു വരും. കണ്ടോ, ഇത്തിരി മനസ്സിലായോ? എക്സലിൽ നമുക്ക് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന ഓപ്ഷൻ എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് പഠിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ക്വസ്റ്റ്യൻ കണ്ടോ, നമുക്ക് ഫൈൻഡ് ദ ബേസിക് പേ ഹൂസ് വാല്യൂ ഗ്രേറ്റർ ദാൻ 12,000 ഗീവ് റെഡ് കളർ എന്നുള്ളതാണ്. നമ്മൾ ഈ ഒരു ഡേറ്റ ലിസ്റ്റിൽ നിന്നും ബേസിക് പേ 12,000-നെക്കാളും കൂടുതലായിട്ടുള്ളത് ആർക്കാണോ അവരെ ഒന്ന് റെഡ് കളറിലാക്കി കാണിക്കുക, ആ നമ്പേഴ്സ് ഒന്ന് റെഡ് കളറിൽ കാണിക്കുക എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ നമുക്കിപ്പോ കാണാം, നമുക്ക് ഇത്രയും കാര്യങ്ങൾ ഇത്രയും ലെറ്റേഴ്സ് നമുക്കിവിടെ കാണാം, നോക്കിയാൽ മനസ്സിലാവും. പക്ഷേ ഇപ്പൊ ഒരു ഓർഗനൈസേഷനിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലോ ഒക്കെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഒരുപാട് ഒരു 100-ലധികം ഉണ്ടെങ്കിലോ നമുക്ക് ഒത്തിരി കോളംസ് റോസ് ഇവിടെ കാണും അല്ലേ. അപ്പൊ നമുക്കത് സ്ക്രോൾ ചെയ്ത് നോക്കാൻ പാടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളിലാണ് ഈ കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ ആവശ്യകത വരുന്നത്. ആ ഒരു കോളം സെലക്ട് ചെയ്ത് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കൊടുത്താൽ ഒറ്റ സ്റ്റെപ്പിന് നമുക്ക് ഡേറ്റയെ തിരിച്ചറിയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നമുക്കത് എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം ബേസിക് പേയുടെ കോളത്തിൽ നിന്നാണ് 12,000-നെക്കാളും മുകളിലുള്ള ആൾക്കാർ ആരൊക്കെയാണെന്നുള്ള കാര്യം തിരിച്ചറിയാനുള്ളത്. അതുകൊണ്ട് തന്നെ ബേസിക് പേയുടെ കോളം മാത്രമായിട്ട് സെലക്ട് ചെയ്യുക. ഹെഡിങ് വേണ്ട, അല്ലാത്ത ഭാഗം മാത്രമായിട്ട് ഇങ്ങനെ സെലക്ട് ചെയ്തു. അതിനുശേഷം ഹോം ടാബില്
സ്റ്റൈൽസ് എന്ന സബ് ടാബിനുള്ളില് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് കണ്ടോ? അവിടെ നിന്നും ഹൈലൈറ്റ് സെൽ റൂൾസ് എന്ന ഓപ്ഷനിലെ ഗ്രേറ്റർ ദാൻ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരുന്ന ഈ വിൻഡോയില് ഇവിടെ ഓക്കെ ഈ ഒരു ഭാഗത്ത് നമ്മൾ അവിടുത്തെ എന്തെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ അത് കളഞ്ഞതിന് ശേഷം എങ്ങനെ കളയും? സെലക്ട് ചെയ്ത് കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കും. ശേഷം ഈ 12,000 എന്ന് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, നമുക്കിവിടെ റെഡ് ടെക്സ്റ്റ് ഉണ്ട്. ഇവിടെ നോക്കുമ്പോൾ കാണാം റെഡ് ടെക്സ്റ്റ് ഉണ്ട്. ശേഷം നമ്മൾ ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് കാണാം, ഇത് കണ്ടോ 12,000-നെക്കാളും കൂടുതൽ ആർക്കൊക്കെയാണോ ബേസിക് പേ ഉള്ളത് അവരുടെ നമ്പേഴ്സ് ഓക്കെ അവരുടെ ആ ഒരു ബേസിക് പേ റെഡ് കളറിൽ വന്നിരിക്കുന്നതായിട്ട് കാണാം. മനസ്സിലായോ? അടുത്ത് എന്താ വന്നിരിക്കുന്നേ? ഫൈൻഡ് DA whose value less than 1000 and give blue color test എന്നാ പറഞ്ഞിരിക്കുന്നത്. DAയുടെ കോളത്തില് ആർക്കൊക്കെയാണോ 1000-ന് താഴെ DA കിട്ടുന്നത് അവരെ ബ്ലൂ കളർ ടെസ്റ്റ് കൊണ്ട് നോട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഹെഡിങ് ഇല്ലാതെ ബാക്കി ഭാഗം നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബില് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്ന സബ് ടാബിനുള്ളില് നോക്കിയ ഹൈലൈറ്റ് സെൽ റൂൾസിനകത്ത് നമ്മൾ ആദ്യം ഗ്രേറ്റർ ദാൻ എടുത്തത്, ഇവിടെ ലെസ് ദാൻ കുറവല്ലേ കാണിക്കേണ്ടേ? സോ ലെസ് ദാൻ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് 1000-ന് താഴെയാണല്ലോ, സോ നമ്മൾ ഇവിടെ സെലക്ട് ചെയ്ത് അവിടെ ഉള്ള നമ്പർ കളഞ്ഞതിന് ശേഷം 1000 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ബ്ലൂ കളർ ടെസ്റ്റ് അല്ലേ വേണ്ടത്, അതുകൊണ്ട് തന്നെ ഇവിടെ വിത്ത് എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ, ഇവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. കസ്റ്റം ഫോർമാറ്റ് എന്ന ഓപ്ഷൻ എടുക്കാം. കണ്ടോ, കസ്റ്റം ഫോർമാറ്റ്. ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ നിന്ന് കളർ എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് നിന്നും ബ്ലൂ കളർ നമുക്ക് സെലക്ട് ചെയ്യാം, ഓപ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ബ്ലൂ കളർ നമ്മൾ കൊടുത്തു. ഇനി ഓക്കെ കൊടുത്തു. ഇവിടെയും ഒരു ഓക്കെ കൊടുത്തു. നോക്കി, ഇത് കണ്ടോ 1000-നെക്കാളും താഴെ ആരൊക്കെയാണോ DA ഉള്ളത് അവരുടെ നമ്പർ ആ പറഞ്ഞിരിക്കുന്ന ബ്ലൂ കളർ ടെസ്റ്റിൽ അവിടെ കാണാൻ സാധിച്ചു. ഇതൊക്കെയാണോ? കണ്ടീഷണൽ ഫോർമാറ്റിംഗിന്റെ മറ്റൊരു യൂസ് നമുക്ക് നോക്കാം. നോക്കി, ഇതൊരു ഡേറ്റ ലിസ്റ്റ് ആണ്. ഈ ഡേറ്റ ലിസ്റ്റിൽ നിന്നും നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം ബേസിക് പേ 13,000-നെക്കാളും കൂടുതൽ ആരൊക്കെയുണ്ടോ ആ എൻ്റയർ റോ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ എന്താ ചെയ്തത്? ആ ഒറ്റ കോളം മാത്രം നമ്മളിപ്പോൾ കളർ ചേഞ്ച് ചെയ്ത് കാണിച്ചു അല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ വേണ്ടത്, ഇതിൽ നിന്നും നമുക്ക് വേണ്ടത് ആ ഒരാളുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് എടുക്കണം. നമുക്ക് അതെങ്ങനെയാണ് എടുക്കുന്നത് നോക്കാം. ആ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് നമുക്ക് എങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് നോക്കാം. അപ്പൊ അതിന് ആ എൻ്റയർ കോളം നമ്മൾ ഹെഡിങ് വേണ്ട, ഹെഡിങ് ഇല്ലാതെ നമുക്ക് എൻ്റയർ കോളം നമ്മൾ സെലക്ട് ചെയ്ത് കൊടുത്തു. കണ്ടോ, ഹെഡിങ് വേണ്ട, ഹെഡിങ് ഇല്ലാതെ എൻ്റയർ കോളം നമ്മൾ ഇങ്ങനെ സെലക്ട് ചെയ്തു. ഇത് കണ്ടോ. അതിനുശേഷം ഹോം ടാബ് കണ്ടീഷണൽ ഫോർമാറ്റിംഗ് നമ്മൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ന്യൂ റൂൾ കണ്ടോ, കണ്ടീഷണൽ ഫോർമാറ്റിംഗിൽ ന്യൂ റൂൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ബോക്സ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. ഇവിടെ സെലക്ട് എ റൂൾ ടൈപ്പ് എന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്ത് ഏറ്റവും താഴെയുള്ള ഓപ്ഷൻ ഇത് കണ്ടോ, യൂസ് എ ഫോർമുല ടു ഡിറ്റർമിൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓക്കെ താഴെ നമുക്കൊരു ഓപ്ഷൻ വരും, ഒരു ബോക്സ് വരും. ഇവിടെ ഫോർമാറ്റ് വാല്യൂസ് വേർ ദിസ് വാല്യൂ ഇസ് ട്രൂ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഒരു കോളത്തിൽ നമ്മളെ കഴ്സർ ക്ലിക്ക് ചെയ്ത് വെക്കുക. അതിനുശേഷം ഈ ഫോർമുല കണ്ടോ, ഇസ് ഈക്വൽ ടു, ഇത് ഡോളർ സിമ്പൽ ആണ്, C2 ഗ്രേറ്റർ ദാൻ 13,000. ഇത് ഇതുപോലെ നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കീബോർഡിൽ നിന്ന് ഇസ് ഈക്വൽ ടു കൊടുത്തു. ഈ ഡോളർ സിമ്പൽ കീബോർഡിൽ ഉണ്ട് കേട്ടോ. നമ്മളെ ഷിഫ്റ്റും അതുപോലെ 4ഉം പ്രസ് ചെയ്താൽ ഡോളർ സിമ്പൽ വരും. ദെൻ C2 കൊടുത്തു. ദെൻ ഗ്രേറ്റർ ദാൻ 13,000 ഇത്രയും നമ്മൾ കീബോർഡിൽ നിന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുത്തത്. അപ്പൊ ഇതെന്താണ് ഈ $C2 ഗ്രേറ്റർ ദാൻ 13,000 എന്ന് പറയുന്നത്? നമ്മുടെ ആവശ്യം എന്താണ്? നമുക്ക് ബേസിക് പേയുടെ വാല്യൂ 13,000-നെക്കാളും കൂടുതലായിട്ടുള്ള എല്ലാവരെയും സെലക്ട് ചെയ്യണം. അപ്പോൾ ഈ C2 എന്താ? C2 എന്ന് പറയുന്നത് എന്താണ്? ബേസിക് പേയുടെ ആദ്യത്തെ കോളമാണ് അല്ലേ? അപ്പോൾ C എന്ന് പറയുന്ന കോളം, 2 എന്ന് പറയുന്ന റോ. അപ്പൊ ഞാനിവിടെ നമുക്ക് ഈ സിക്ക് മുന്നേ ആയിട്ടാണ് ഈ ഡോളർ സിമ്പൽ കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ ഏത് ഒന്നുകിലും കോളം അല്ലെങ്കിൽ റോ നമ്പറിന് ബാക്കിലായിട്ട് ഡോളർ സിമ്പൽ കൊടുത്തു കഴിഞ്ഞാൽ അത് ഫിക്സ്ഡ് ആണ് എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ $C2 എന്ന് കൊടുത്താൽ
സി എന്ന കോളം ഫിക്സ്ഡ് ആണ്, അതായത് സി ഡിയിലോട്ടോ ഇയിലോട്ടോ മാറുന്നില്ല എന്നർത്ഥം. പക്ഷെ പിന്നെ അവിടെ ചേഞ്ച് വരുന്ന എന്താണ്? റോ ചേഞ്ച് ചെയ്യുന്നു. 2 മാറി, 3 മാറി, 4 മാറി, ഇങ്ങനെ വരുന്നു. അപ്പൊ ഇവിടെ ഈ 15,000 ആദ്യം നോക്കുന്നു, C2 അതാണല്ലോ C2. എന്നിട്ട് നമ്മൾ കണ്ടീഷൻ നോക്കുന്നു, 13,000 വലുതാണോ. വീണ്ടും C3 എടുത്തു, 13,000 വലുതാണോ. C4 എടുത്തു, 13,000 വലുതാണോ എന്ന് നമ്മളിവിടെ ചെക്ക് ചെയ്യുവാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാല് റോ നമുക്ക് മാറി മാറി വരണം, കോളം മാറാൻ പാടില്ല. സി എന്ന കോളം അങ്ങനെ തന്നെ ആയിരിക്കണം, റോ മാറി വരണം. അതിലേക്ക് വേണ്ടിയിട്ടാണ് ഞാനിവിടെ ഡോളർ സിമ്പൽ സി എന്ന ലെറ്ററിന് മുന്നേ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. അതിനുശേഷം നമുക്ക് റെഡ് കളർ കൊടുക്കാം, ഫോർമാറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. കളർ ഇവിടെ നിന്നും നമുക്ക് റെഡ് കളർ ക്ലിക്ക് ചെയ്തു, ദെൻ ഓക്കെ കൊടുക്കുക. ഇവിടെയും ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം, നോക്കിയ ആ ഒരു എൻ്റെ റോ അവിടെ സെലക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതായത് ബേസിക് പേ 13,000 കൂടുതൽ ആരൊക്കെയുണ്ടോ അവരുടെ എല്ലാവരുടെയും ഡീറ്റെയിൽസ് ഫുൾ ആയിട്ട് സെലക്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതൊക്കെയാണോ? എക്സലിൽ നമുക്ക് റോസും കോളംസും ഒക്കെ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത്, അതുപോലെ നമുക്കൊരു ഷീറ്റിന്റെ പേര് റീനെയിം ചെയ്യുന്നത് എങ്ങനെയാണ്, റോയുടെയും കോളത്തിന്റെയും വിഡ്ത്തും ഹൈറ്റും ഒക്കെ കൂടുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പൊ നോക്കി, ഇതൊരു ഡേറ്റ ലിസ്റ്റ് ആണല്ലോ. നമുക്ക് ഇവിടെ ഈ ഒരു എക്സാമ്പിളിൽ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് 2 റോസ് ആഡ് ചെയ്യണം. എവിടെയാ? 5ാമത്തെ റോയുടെ മുകളിലായിട്ട്. 5th റോ ഇതാണല്ലോ, ഇതിന് തൊട്ട് മുകളിലായിട്ട് എനിക്ക് 2 റോ ആഡ് ചെയ്യണം. അപ്പൊ എന്താ ചെയ്യാ? നമുക്ക് കഴ്സർ അവിടെ വെച്ചതിന് ശേഷം ഈ ഹെഡിങ്ങില് കണ്ടോ, ഇങ്ങനെയല്ല സെലക്ട് ചെയ്തിരിക്കുക, ഹെഡിങ്ങിലാണ് കഴ്സർ ക്ലിക്ക് ചെയ്തത്. അപ്പൊ എന്റെ റോ അവിടെ സെലക്ട് ആയി. ഈ ഹെഡിങ്ങിൽ വെച്ച് റൈറ്റ് ബട്ടൺ കൊടുത്തതിന് ശേഷം ഇൻസേർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ടോ, നമുക്ക് അവിടെ എത്ര റോ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ആഡ് ചെയ്തെടുക്കാം. നമുക്ക് എവിടെയാണോ ഈ ഒരു ഡേറ്റ ലിസ്റ്റ് ടൈപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് ഉള്ളിൽ നമുക്ക് റോ ആഡ് ചെയ്യാനുള്ളത്, വേണ്ട സ്ഥലത്ത് വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇൻസേർട്ട് എന്ന ഓപ്ഷൻ കൊടുത്താൽ അവിടെ റോസ് ആഡ് ചെയ്ത് വരും. ഇനി നമുക്ക് ഈ റോസ് 2 റോസും വേണ്ട, അത് കളയണമെന്നുണ്ടെങ്കിലോ അഗൈൻ നമുക്ക് നോക്കി അത്രയും സെലക്ട് ചെയ്തതിന് ശേഷം റൈറ്റ് ബട്ടൺ കൊടുക്കുക, ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, ഇതുപോലെ നമുക്കൊരു കോളം ആഡ് ചെയ്തെടുക്കാം. ഇപ്പൊ ഡി എന്നുള്ള കോളത്തിന് റൈറ്റ് ആയിട്ട് എനിക്കൊരു കോളം ആഡ് ചെയ്യണം എങ്കിൽ ആ ഡി എന്ന കോളത്തിന്റെ ഹെഡിങ് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ വെച്ച് റൈറ്റ് ബട്ടൺ കൊടുത്തതിന് ശേഷം ഇൻസേർട്ട് കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പൊ നമുക്ക് ആ പോർഷനിൽ ഒരു കോളം ആഡ് ആയിട്ട് വന്നു. ഇതുപോലെ എവിടെ വെച്ചിട്ട് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എക്സലിനകത്ത് കോളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം, ആ കോളത്തിന്റെ ഹെഡിങ്ങിൽ വെച്ച് ക്ലിക്ക് ചെയ്തതിന് ശേഷം വേണം ഇൻസേർട്ട് കൊടുക്കാൻ. അതുപോലെ കോളം വേണ്ടെങ്കിലോ ഡിലീറ്റ് കൊടുത്താൽ മതി. കണ്ടോ? നെക്സ്റ്റ് നമുക്ക് റോയുടെ ഹൈറ്റ് ഒന്ന് കൂട്ടാം. നമുക്ക് ഇവിടെ കണ്ടോ, ഇൻക്രീസ് റോ ഹൈറ്റ് അപ് ടു 25. അപ്പൊ നമുക്ക് ഇത്രയും ഈ ഒരു ഡേറ്റയുടെ റോയുടെ ഹൈറ്റ് ഒന്ന് കൂട്ടണം. നമുക്ക് ആ ഒരു റോയുടെ ഹെഡിങ്ങിൽ വെച്ച് സെലക്ട് ചെയ്യുക. ഇത് കണ്ടോ, ഇങ്ങനെ. അതിനുശേഷം ഹോം ടാബില് നോക്കി, ഇവിടെ സെൽസ് എന്ന സബ് ടാബ് കണ്ടോ, ഞാൻ കഴ്സർ മൂവ് ചെയ്യുന്നത് കണ്ടോ, സെൽസ് എന്ന സബ് ടാബ്. അവിടെ ഫോർമാറ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതിനകത്ത് നോക്കിയേ റോ ഹൈറ്റ്. ഇത് കണ്ടോ, ഇവിടെ ഓൾറെഡി 15 ആണ് ഉള്ളത്, നമുക്ക് 25 അല്ലേ വേണ്ടത്. ഇപ്പം നമ്മൾ നോക്കിയേ 25 കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇത് കണ്ടോ, ഇപ്പൊ നമുക്ക് റോയുടെ ഹൈറ്റ് ഒന്ന് കൂടിയിട്ടുണ്ട്. ഇതുപോലെ കോളത്തിന്റെ വിഡ്ത്ത് നമുക്കൊന്ന് കൂട്ടണം. നമുക്ക് ഇവിടെ കോളം വിഡ്ത്ത് 13 ആക്കി കൊടുക്കാനാണ് പറയുന്നത്. അപ്പൊ നമ്മൾ കോളം ഹെഡിങ് ഫുള്ള് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് കണ്ടു, ഇങ്ങനെ കോളത്തിന്റെ ഹെഡിങ് നമ്മൾ സെലക്ട് ചെയ്തു. ശേഷം ഹോം ടാബില് സെൽസ് എന്ന സബ് ടാബിനുള്ളില് ഫോർമാറ്റിനുള്ളില് കോളം വിഡ്ത്ത് എടുക്കുക, 13 എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. കണ്ടോ, പിന്നെ ഓക്കെ കൊടുത്ത് നോക്കിയേ. ഇത് കണ്ടോ, ഇപ്പൊ നമ്മുടെ കോളത്തിന്റെ വിഡ്ത്തും കൂടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ എക്സലിനകത്ത് ഡേറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് റോയുടെ ഹൈറ്റോ കോളത്തിന്റെ വിഡ്ത്തോ ഒന്ന് കൂട്ടി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഹെഡിങ്ങിൽ വെച്ച് സെലക്ട് ചെയ്തതിന് ശേഷം എന്താ ചെയ്യേണ്ടത്? ഹോം ടാബില് സെൽസ് എന്ന സബ് ടാബിനുള്ളിൽ ഫോർമാറ്റിനുള്ളിൽ നമുക്ക് റോ ഹൈറ്റും കോളം വിഡ്ത്തും ഉണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നമുക്ക് വാല്യൂ കൂട്ടി കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കൊരു ഷീറ്റിനൊന്ന് പേര് കൊടുക്കണം. ഇപ്പൊ നമുക്ക് നോക്കി, നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഷീറ്റ് 10 ആണ്. ആ ഷീറ്റിനൊരു പേര് കൊടുക്കണം. ഒരു സാലറി എന്നൊരു പേര് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഷീറ്റിൽ വെച്ച് നമ്മുടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക, റീനെയിം കൊടുക്കാം. എന്നിട്ട് നമുക്ക് അവിടെ സാലറി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. കണ്ടോ, അപ്പൊ ഏത് ഷീറ്റിനാണോ പേര് മാറ്റാനുള്ളത് ആ ഷീറ്റിൽ വെച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം റീനെയിം കൊടുക്കുക, ശേഷം ടൈപ്പ് ചെയ്ത് കൊടുക്കുക.
ഇങ്ങനെയാണ് ഒരു ഷീറ്റിന്റെ പേര് എക്സലിൽ നമ്മൾ മാറ്റി കൊടുക്കുന്നത്. അപ്പൊ ഇത്രയും ഒക്കെയാണോ? എക്സലിൽ നമുക്ക് ഡേറ്റ സോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നോക്കി ഇത്രയും നമ്പേഴ്സ് ഇപ്പൊ ഇവിടെ ഉണ്ട്. നമുക്ക് അസെൻഡിങ് ഓർഡറിലോ ഡിസെൻഡിങ് ഓർഡറിലോ എക്സലിൽ ഡേറ്റയെ സോർട്ട് ചെയ്യാം. ഓക്കെ, നമ്മളിപ്പോൾ ഡേറ്റ സെലക്ട് ചെയ്തതിന് ശേഷം ഹോം ടാബില് ഇത് കണ്ടോ, ഇവിടെ എഡിറ്റിംഗ് എന്ന സബ് ടാബിനുള്ളില് നമ്മൾ കഴ്സർ മൂവ് ചെയ്യുന്ന പോർഷൻ നോക്കിയേ. എഡിറ്റിംഗ് എന്ന സബ് ടാബിനുള്ളില് സോർട്ട് ആൻഡ് ഫിൽറ്റർ, അവിടെ സോർട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് കൊടുത്താൽ ഇത് കണ്ടോ, ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് സോർട്ട് ആവും. അതുപോലെ ലാർജസ്റ്റ് സ്മോളസ്റ്റ് കൊടുത്താലോ വലുതാദ്യം വരും. പക്ഷെ ഇത് നമ്മളൊരു ഡേറ്റ ലിസ്റ്റില് ഈ ടൈപ്പ് സോർട്ടിംഗ് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതിന്റെ കാരണം ഇപ്പൊ നോക്കി ഇവിടെ പറഞ്ഞിരിക്കുന്നത് സോർട്ട് ദ എൻറ്റയർ ഡേറ്റ ബേസ്ഡ് ഓൺ നെയിം. നമ്മളുടെ പേര് സോർട്ട് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവരുടെ ബേസിക് പേയും HRAയും DAയും TAയും ഒക്കെയും സോർട്ടായിട്ട് വരണം. അതായത് ഒരു വ്യക്തിക്കൊപ്പം ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഫുള്ളായിട്ട് സോർട്ട് ആവണം. നമ്മൾ അതിനുപയോഗിക്കുന്ന ഓപ്ഷനാണ് കസ്റ്റം സോർട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന ഓപ്ഷൻ. കസ്റ്റം സോർട്ട് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ എൻറ്റയർ ഡേറ്റ ലിസ്റ്റ് സോർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെന്താ ചെയ്യണ്ടേ? ഹെഡിങ് വേണ്ട, ബാക്കി ഭാഗം മാത്രം സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹോം ടാബില് എഡിറ്റിംഗ് എന്ന സബ് ടാബിനുള്ളില് സോർട്ട് ആൻഡ് ഫിൽറ്റർ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിന്നും കസ്റ്റം സോർട്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വന്നത് കണ്ടോ? ഇവിടെ ആദ്യം ചെയ്യാനുള്ളത് ഈ മൈ ഡേറ്റ ഹെഡേഴ്സ് എന്ന ഒരു ഓപ്ഷൻ കണ്ടോ? ഇവിടെ ഇപ്പോൾ ടിക്ക് ഉണ്ട്. ആ ടിക്ക് നമ്മളെ മൗസ് ഉപയോഗിച്ച് ടിക്ക് ഓഫ് ചെയ്യുക. ആ ടിക്ക് അവിടെ നിന്ന് എടുത്ത് കളയുക. അതിനുശേഷം നോക്കി ഇത് കോളം എന്ന് എഴുതിയിരിക്കുന്ന കണ്ടോ? അതിന് തൊട്ട് താഴെ ഒരു സോർട്ട് ബൈ ഉണ്ട്. അവിടെ ഈ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് ഏത് കോളത്തിന്റെ ബേസിലാണോ സോർട്ട് വരാനുള്ളത് ആ കോളം ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ നെയിം അല്ലേ, നെയിം കോളം A അല്ലേ, സോ ഞാൻ ഇവിടുന്ന് കോളം A സെലക്ട് ചെയ്തു. പിന്നെ അതിനുശേഷം ഓക്കെ കൊടുത്തു. നമുക്കിപ്പോൾ കാണാം നമ്മുടെ പേര് സോർട്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ആ എൻറ്റയർ ഡേറ്റ അവിടെ സോർട്ടായിട്ട് വന്നു. ഇതാണ് എക്സലിൽ നമ്മൾ എപ്പോഴും ഡേറ്റ ലിസ്റ്റ് സോർട്ട് ചെയ്യുമ്പോൾ കസ്റ്റം സോർട്ട് ഉപയോഗിക്കണം എന്ന് പറയുന്നതിന്റെ റീസൺ മനസ്സിലായോ? എക്സലിൽ ഒരു ചാർട്ട് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമുക്കിങ്ങനെ ഒരു ഡേറ്റ ലിസ്റ്റ് ഉണ്ട്. എന്താണ് ചാർട്ട്? വിഷ്വൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ഡേറ്റയാണ് നമ്മൾ ചാർട്ട് എന്ന് പറയാം. ഒരു ഡേറ്റയെ വിഷ്വൽ രൂപത്തിൽ, ചാർട്ടിന്റെ ഗ്രാഫിക്സിന്റെ രൂപത്തിൽ മാറ്റുക. ഓക്കെ, അപ്പൊ നമുക്ക് സെലക്ട് ചെയ്യാൻ ഡേറ്റയെ. അതിനുശേഷം നമ്മൾ ഇൻസേർട്ട് മെനുവിലാട്ടോ ചാർട്ട് എടുക്കുക. നമുക്ക് ഒത്തിരി ചാർട്ട് ടൈപ്പ് ഉണ്ട്. കോളം ചാർട്ട്, പൈ ചാർട്ട്, ബാർ ചാർട്ട്, അങ്ങനെ ഒത്തിരി ചാർട്ട് ടൈപ്പ് ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ നമുക്ക് കോളം ചാർട്ടും പൈ ചാർട്ടും നോക്കാം. ഇപ്പൊ നോക്കി നമ്മുടെ ഇവിടുന്ന് ഈ ഒരു സെക്ഷൻ ചാർട്ടിന്റെ സബ് സെക്ഷനിൽ നിന്ന് ഇത് കണ്ടോ, നമുക്ക് ഈ ഒരു ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചാർട്ടിന്റെ മോഡൽ എടുക്കുക. കൊണ്ടോ നമുക്ക് ഏത് ചാർട്ട് വേണമെങ്കിലും ഇവിടെ നമുക്ക് ക്ലിക്ക് ചെയ്തെടുക്കാം. അപ്പൊ ചാർട്ടിന്റെ പ്രത്യേകത എന്താണ്? ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒന്നും ബേസിക് പേയുടെ ബേസിലല്ലേ. അതുപോലെ ഓരോ വ്യക്തിക്കും എത്രയാണോ ബേസിക് പേ അതിന്റെ റേഞ്ചിലാണ് ഇവിടെ ചാർട്ട് ക്രിയേറ്റ് ആയിട്ട് വന്നിരിക്കുന്നത്. നമുക്ക് ഇവിടെ ചാർട്ടിന്റെ ടൈറ്റിലൊക്കെ മാറ്റി ചെയ്ത് കൊടുക്കണമെങ്കിൽ നമുക്ക് ടൈപ്പ് ചെയ്ത് മാറ്റി കൊടുക്കാം. കണ്ടോ, നമുക്ക് ഇങ്ങനെ ചാർട്ടിന്റെ ടൈപ്പ് മാറ്റി കൊടുക്കാം. അതുപോലെ ചാർട്ടിന്റെ ഡിസൈനോ ഫോർമാറ്റോ നമുക്ക് അങ്ങനെ എന്ത് ഷേപ്പ് ഫില്ലൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ചാർട്ടിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കാം. പിന്നെ ചാർട്ടിന്റെ ഉള്ളിലാണെങ്കിലും അതുപോലെ നമുക്ക് ഡേറ്റ ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, അപ്പൊ ഇങ്ങനെ നമുക്ക് ചാർട്ടിന്റെ ഫോർമാറ്റ് ഒക്കെ മാറ്റി എടുക്കാം. ഓക്കെ, നമുക്കിനി കോളം ചാർട്ടോടെ എങ്ങനെയാണ്, പൈ ചാർട്ടോടെ എങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. നമുക്കിതൊരു സെയിൽസ് റിപ്പോർട്ടാണ്. നമ്മൾ സെലക്ട് ചെയ്തതിന് ശേഷം അതുപോലെ ഇൻസർട്ട് ടാബിനുള്ളിൽ ഓക്കെ നമുക്ക് കണ്ടോ, ഇതാണ് നമ്മളെ പൈ ചാർട്ട്. പൈ ചാർട്ടിന്റെ ഒരു മോഡൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിന്റെ ഡിസൈൻ ഇവിടെ അവൈലബിൾ ആണ്. ആ ഡിസൈൻ നമ്മൾ മാറ്റി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് ഏത് മന്തിലാണ് ഏറ്റവും കൂടുതൽ സെയിൽസ് നടത്തിയിട്ടുള്ളത്, നമുക്ക് അങ്ങനെ ഒരു കമ്പാരിസൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു ചാർട്ടിന്റെ ഡേറ്റ നമുക്ക് യൂസ്ഫുൾ ആകും. അപ്പൊ ഇങ്ങനെ നമ്മളെ ഡേറ്റ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഏത് ടൈപ്പ് ചാർട്ട് വേണമെന്നുണ്ടെങ്കിലും ഡേറ്റയുടെ കമ്പാരിസൺ എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് എക്സലിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ ആണോ? എക്സലിൽ നമുക്ക് പേറോൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് പഠിക്കാം. അപ്പോൾ നമുക്കൊരു ഡേറ്റ ലിസ്റ്റ് നിങ്ങൾ കണ്ടല്ലോ. എംപ്ലോയിയുടെ പേരുണ്ട്, ഡിപ്പാർട്ട്മെന്റ്, ബേസിക് പേ തന്നിട്ടുണ്ട്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് DA, HRA, TA, ഗ്രോസ് സാലറി, LIC, PF, ടോട്ടൽ റിഡക്ഷൻ, നെറ്റ് സാലറി. നമുക്ക് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അതിന്റെ ഫോർമുല ഇവിടെ ഉണ്ട്. ഇത് കണ്ടോ, HRA എന്ന് പറയുന്നത് ബേസിക് പേയുടെ 20%,
ഡി എ ബേസിക് പേയുടെ 10%, ടി എ 6% ഓഫ് ബേസിക് പേ, പി എഫ് ആണെങ്കിൽ 9%, LIC ആണെങ്കിൽ 5%. ഓക്കെ ആണല്ലോ? നമുക്കത് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഡി എ ആണല്ലോ കാണാനുള്ളത്. നമ്മളെ കഴ്സർ അവിടെ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഡി എ എന്താ പറഞ്ഞിരിക്കുന്നത്? ബേസിക് പേയുടെ 10%. അപ്പൊ ആദ്യം നമുക്ക് എക്സലിൽ ഏത് കാൽക്കുലേഷൻസ് ചെയ്താലും സമചിഹ്നം ഈക്വൽ ടു സിമ്പിൾ കൊണ്ടാണ് ടൈപ്പ് ചെയ്തത് നേരത്തെ പറഞ്ഞു. സോ നമ്മൾ ഈക്വൽ ടു സിമ്പിൾ ക്ലിക്ക് ചെയ്തു. അതിനുശേഷം ബേസിക് പേ ക്ലിക്ക് ചെയ്തു, ഇൻറ്റു കൊടുത്തു, നമ്മളെ കീബോർഡിലെ സ്റ്റാർ ഇൻറ്റു കൊടുത്തു, അതായത് ഗുണന ചിഹ്നം മൾട്ടിപ്ലിക്കേഷൻ സൈൻ. ദെൻ നമുക്ക് 10% ആണ്. ദെൻ 10 എന്ന് ടൈപ്പ് ചെയ്തു, പെർസെൻറ്റേജും കൊടുത്തു. നമ്മളെ ഷിഫ്റ്റും 5 ആണ്, കീബോർഡിലെ ഷിഫ്റ്റും 5 ആണ് പെർസെൻറ്റേജ്. ദെൻ എൻ്റർ കീ. അത് കണ്ടല്ലോ. നെക്സ്റ്റ് നമുക്ക് HRA നോക്കാം. HRA എന്താണ്? 20% ഓഫ് ബേസിക് പേ ആണ്. സോ ഇസ് ഈക്വൽ ടു ബേസിക് പേ ക്ലിക്ക് ചെയ്തു, അതിനുശേഷം ഇൻറ്റു കൊടുത്തു, 20% എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ശേഷം എന്താണ്? ടി എ ആണ്, ബേസിക് പേയുടെ 6% ഇസ് ഈക്വൽ ടു ടൈപ്പ് ചെയ്തു, ബേസിക് പേ ക്ലിക്ക് ചെയ്തു, ദെൻ ഇൻറ്റു കൊടുത്തു, 6% ടൈപ്പ് ചെയ്തു. ഓക്കെ, നമുക്കൊരു ഗ്രോസ് സാലറി കാണണം. എന്താ ഗ്രോസ് സാലറി? ഈ ബേസിക് പേ, ഡി എ, HRA, ടി എ ഇത് ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നതാണ്, കൂട്ടുന്നതാണ് ഗ്രോസ് സാലറി. നമ്മൾ ഇവിടെയും ആദ്യം ഇസ് ഈക്വൽ ടു സിമ്പിൾ കൊടുത്തു, സം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു, ബ്രാക്കറ്റ് കൊടുത്തു. അതിനുശേഷം ഈ ബേസിക് പേ, അതായത് നമ്മൾ C3 എന്ന സെല്ല് മുതൽ ഈ F3 എന്ന സെല്ല് വരെ സെലക്ട് ചെയ്തു. മൗസ് ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്തു. ദെൻ ബ്രാക്കറ്റ് കംപ്ലീറ്റ് ചെയ്തു. ദെൻ എൻ്റർ കീ കൊടുത്തു. ഇനി നമുക്ക് കാണാനുള്ളത് LIC ആണ്. LICയുടെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് ബേസിക് പേയുടെ 5% എന്ന്. സോ നമ്മളിവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ബേസിക് പേ ആദ്യം ക്ലിക്ക് ചെയ്തു, ഇൻറ്റു കൊടുത്തു, അതിനുശേഷം 5% കൊടുത്തു. ബേസിക് പേ ആയി. PF എന്താ പറഞ്ഞിരിക്കുക? 9% ആണല്ലേ? അതുപോലെ ഇസ് ഈക്വൽ ടു ബേസിക് പേ ക്ലിക്ക് ചെയ്തു, ഇൻറ്റു കൊടുത്തു, 9%. കണ്ടോ? ദെൻ എൻ്റർ. നമ്മളിവിടെ ശ്രദ്ധിക്കുക, ഓരോ പ്രാവശ്യവും ക്ലിക്ക് ചെയ്തത് ഏതാണ്? ബേസിക് പേ ആണല്ലേ ക്ലിക്ക് ചെയ്തത്. കാരണം എന്തുകൊണ്ടാണ്? ബേസിക് പേയുടെ കോളമാണ് നമ്മൾ ഓരോ പ്രാവശ്യം ക്ലിക്ക് ചെയ്തത്. എന്തുകൊണ്ടാണ്? ബേസിക് പേയുടെ ഇത്ര ശതമാനം എന്നാണ് നമ്മൾ ഓരോന്നിനെയും പറയുന്നത്. അതുകൊണ്ടാണ് ഓരോ പ്രാവശ്യവും നമ്മൾ അവിടെ സെലക്ട് ചെയ്യുമ്പോൾ ആദ്യം ബേസിക് പേ ക്ലിക്ക് ചെയ്തതിന്റെ കാരണം. ഇനി നമുക്ക് നോക്കേണ്ടത് ടോട്ടൽ ഡിഡക്ഷൻ എത്ര കുറയ്ക്കണം എന്നുള്ളതാണ്. ഈ ഗ്രോസ് സാലറിയിൽ നിന്നും LICയും PF കൂടെ നമുക്ക് ആഡ് ചെയ്യുമ്പോഴാണ് എത്രയാണ് ടോട്ടൽ എമൗണ്ട് കുറയ്ക്കാനുള്ളതെന്ന് കാണുന്നത്. അപ്പൊ നമ്മൾ ഇസ് ഈക്വൽ ടു ഫസ്റ്റ് LIC ക്ലിക്ക് ചെയ്തു, പ്ലസ് സിമ്പിൾ കൊടുത്തു, വീണ്ടും പ്ലസ് PF ക്ലിക്ക് ചെയ്തു, എൻ്റർ. കണ്ടല്ലോ? ദെൻ നെറ്റ് സാലറി. എന്താണ് നെറ്റ് സാലറി? ഗ്രോസ് സാലറിയിൽ നിന്നും ടോട്ടൽ ഡിഡക്ഷൻ കുറയ്ക്കുന്നതാണ് നെറ്റ് സാലറി. നമ്മൾ ആദ്യം ഇസ് ഈക്വൽ ടു സിമ്പിൾ കൊടുത്തു, ടൈപ്പ് ചെയ്തു, ഗ്രോസ് സാലറി ക്ലിക്ക് ചെയ്തു, കീബോർഡിൽ നിന്ന് മൈനസ് സിമ്പിൾ കൊടുത്തു, ശേഷം ടോട്ടൽ ഡിഡക്ഷൻ, ദെൻ എൻ്റർ. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ ഫോർമുല ഡയറക്ട്ലി താഴോട്ട് കോപ്പി പേസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക, ക്ലിക്ക് ആൻഡ് ഡ്രാഗ് താഴോട്ട് ചെയ്യുക. കണ്ടോ? ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. ജസ്റ്റ് ക്ലിക്ക് ചെയ്തു, ദെൻ ക്ലിക്ക് ആൻഡ് ഡ്രാഗ്. കണ്ടോ? ഓരോ പ്രാവശ്യവും സെലക്ട് ചെയ്തതിന് ശേഷം അവിടെ വെച്ച് ക്ലിക്ക് ആൻഡ് ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യാം. കണ്ടോ? ഇതൊക്കെയാണോ? ഇങ്ങനെയാണ് നമുക്ക് സാലറി സ്ലിപ്പ് അല്ലെങ്കിൽ പേറോള് എക്സലിൽ പ്രിപ്പയർ ചെയ്യുന്നത്. മനസ്സിലായോ? ഈ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻസ് ആയിട്ട് നമുക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക് യു.